നമസ്കാരം. മാർക്ക് ഫെല്ലറുടെ കഥയുടെ 100ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ കഥ ആരംഭിക്കുമ്പോൾ ഇത്രയും ദൂരത്തേക്ക് നമുക്ക് യാത്ര ചെയ്യേണ്ടി വരുമെന്ന് നിങ്ങളാരും കരുതിയിട്ടുണ്ടാവില്ല എന്നെനിക്കറിയാം. മാർക്ക് സാധാരണക്കാരിൽ സാധാരണക്കാരനായി നമ്മളോടൊപ്പം കൂടിയ ആളാണ്. ഇന്നിപ്പോൾ ഈ പൈറോയിലെ മാത്രമല്ല, പൈറോയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിലെയും ഏറ്റവും ശക്തനായ യോദ്ധാവ് ആരെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് മാർക്ക് ഫെല്ലറാണ്. ആ മാർക്ക് ഫെല്ലറുടെ കഥ അടുത്ത തലങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. അങ്ങനെ അടുത്ത തലങ്ങളിലേക്ക് കടക്കുന്ന ആ കഥയിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ലാരി ഹോംസിനോട് അങ്ങനെ പറഞ്ഞിട്ട് മുന്നോട്ട് കുതിച്ച ഹെക്ടർ ടെങ് ചാടി ഉയർന്ന് ഒരൊറ്റ ഇടി. ആ ഇടി പ്രതീക്ഷിച്ചിരുന്ന ലാരി ഹോംസും സ്വാഭാവികമായും മുന്നോട്ട് കുതിച്ചിരുന്നു. ലാരിയും ചാടി ഉയർന്ന് തിരിച്ച് പഞ്ച് ചെയ്തു. ആകാശത്ത് അതിശക്തരായ രണ്ട് മാർഷൽ സെയിന്റുകളുടെ കൈകൾ തമ്മിൽ കൂട്ടിമുട്ടി അവർ രണ്ടും താഴേക്ക് പതിക്കുമ്പോൾ രണ്ടുപേരുടെയും മുഖത്ത് ഒരു അതിശയമുണ്ട്. ഹെക്ടർ ടെങ് ഏതാനും അടി പുറകോട്ട് മാറിയിരിക്കുകയാണ്. ഹെക്ടർ അവന്റെ കയ്യിലേക്കൊന്ന് നോക്കിയിട്ട് ലാരി ഹോംസിനോട് പറഞ്ഞു, മിസ്റ്റർ ഹോംസ്, നിങ്ങൾ ശരിക്കും നിങ്ങളുടെ റെപ്യൂട്ടേഷൻ നിലനിർത്തുകയാണ്. ഈ പൈറോയിലെ നമ്പർ 1 ആയിരുന്നു നിങ്ങൾ എന്നുള്ള കാര്യം ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ ആ കാലത്തുനിന്ന് ഒരുപാട് താഴേക്ക് പോയെങ്കിലും ഇപ്പോഴും നിങ്ങളുടെ ശക്തിയിൽ വലിയ കുറവൊന്നും വന്നിട്ടില്ല. തന്നെ അഭിനന്ദിച്ച് ഹെക്ടർ ടെങ് സംസാരിക്കുന്ന കേട്ടതും ലാരി ഹോംസ് ഹെക്ടറോട് പറഞ്ഞു, ഹെക്ടർ വേഗം ഇവരുമായി പിന്മാറാം. അങ്ങനെ ലാരി ഹോംസ് പറഞ്ഞ ആ നിമിഷത്തിലാണ് സ്കൈ ബ്ലഡ് റെയിൻബോയുടെ 4ാമത്തെ തൂണ് ആകാശത്തേക്ക് ഉയരുന്ന ശബ്ദം ലാരി ഹോംസ് കേൾക്കുന്നത്. ആ ശബ്ദത്തോടൊപ്പം അതിഭീകരമായ ആ തൂണങ്ങ് ഉയർന്നു പൊങ്ങുകയാണ്. മഴവില്ലിന്റെ നിറമുള്ള ആ തൂണുകൂടി ആകാശത്തേക്ക് അങ്ങ് പൊങ്ങിയതും ആകാശം മുഴുവൻ ഏതാണ്ട് ചുവപ്പ് നിറത്തിലായി. സ്കൈ ബ്ലഡ് റെയിൻബോ എന്ന ആ വാക്ക് അനർത്ഥമാക്കുന്ന ശൈലിയിൽ മഴവിലിന്റെ നിറമുള്ള 4 തൂണുകളും ചുവപ്പ് നിറത്തുള്ള ആകാശവുമായി ആ കാൻസസ് സിറ്റി ഏതാണ്ടങ്ങ് നിറഞ്ഞു എന്ന് പറയാം. ഈ കാഴ്ച വളരെ വളരെ വിദൂരതയിലുള്ള ആളുകൾ പോലും ശ്രദ്ധിക്കുകയാണ്. അത്ര അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാൻസസ് സിറ്റിയുടെ മുകളിൽ ഉണ്ടായിരിക്കുന്നത്. ആ കാഴ്ച കണ്ടതും ലാരി ഹോംസ് അയാളുടെ പുറകെ നിൽക്കുന്ന ആളുകൾക്ക് ഉത്തരവ് കൊടുക്കുകയാണ്. ഫയർ! കേൾക്കേണ്ട താമസം അനവധി പീരങ്കികളും ആർട്ടിലറി ഗണ്ണുകളും ഗ്രനേഡ് ലോഞ്ചറുകളും ഒന്നിച്ച് ഫയർ ചെയ്തു. ആ ഫയറിംഗ് ലക്ഷ്യമിടുന്നത് ഹെക്ടർ ടെങ്ങിനെയും ഹെക്ടർ ടെങ്ങിന്റെ പുറകിൽ നിൽക്കുന്ന 20ലധികം വരുന്ന ആ മൈറ്റി ആളുകളെയുമാണ്. അവരുടെ പുറകിൽ സാക്ഷാൽ സ്കൈ ബ്ലഡ് റെയിൻബോ ടോറസ് ഉണ്ട്. ടോറസ് നിശബ്ദനായിരുന്ന് ഒരു മന്ത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ആ മാന്ത്രിക പ്രവർത്തനങ്ങൾ ഒരു നിശ്ചിത പിരീഡ് എത്തുമ്പോഴാണ് ഓരോ തൂണുകളായി ഉയർന്നു വരുന്നത്. അവൻ ആകെ 8 തൂണുകളാണ് ഉയർത്തുക. 4 എണ്ണം ഓൾറെഡി വന്നു കഴിഞ്ഞു. 5ാമത്തെ തൂണിന്റെ നിർമ്മാണത്തിലേക്ക് ടോറസ് കടക്കുന്നത് കണ്ടതുകൊണ്ടാണ് ലാരി ഹോംസ് ആ യത്നം അവസാനിപ്പിക്കാനായി ഫയർ ചെയ്യാൻ ആവശ്യപ്പെട്ടത്. ആ ഫയറിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോ കണ്ണഞ്ചിക്കുന്ന പ്രകാശവും ശബ്ദവും ആ സ്ഥലം മുഴുവൻ വിഴുകിയെന്ന് പറയാം. ഹെവൻലി ഗേറ്റിലുള്ള ആളുകളും സമീപത്തുള്ള ആളുകളും ഒക്കെ ഈ കാഴ്ചകൾ കാണുന്നുണ്ട്. ശരിക്കും ഒരു യുദ്ധം അതിന്റെ എല്ലാ ഭീകരതയോടും കൂടി ഹെവൻലി ഗേറ്റിന് മുന്നിലെ ആ റോഡിൽ നടക്കുകയാണ്. സകല വാഹനങ്ങളും എത്രയെങ്കിലും കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് സ്റ്റോപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഗോഡ് ഓഫ് വാർ കമാൻഡർ ഹോംസ് ആണ് യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിശക്തമായ ഒരു ആക്രമണം രാഷ്ട്രത്തിന് മേൽ ഉണ്ടായിരിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ ആൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. അനവധി കവചിത വാഹനങ്ങൾ ആ റോഡിലേക്ക് അപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കവചിത വാഹനങ്ങൾക്ക് മുന്നിലുള്ള വിവിധ വാഹനങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള പീരങ്കികളും ആർട്ടിലറി ഗണ്ണുകളും ഗ്രനേഡ് ലോഞ്ചറുകളും ഏകദേശം ഒരു 7-8 മിനിറ്റ് നിർത്താതെ നിറയൊഴിച്ചുകയാണ്. കംപ്ലീറ്റ് പൊടിയും തീയുമേ ഉള്ളൂ. ആ എൻറ്റയർ വെടിവെപ്പും അവസാനിക്കുമ്പോൾ ലാരി ഹോംസും ലാരിയുടെ പുറകിൽ നിൽക്കുന്ന ആ ഗണ്ണുകൾ ഉപയോഗിച്ച ആളുകളും വെടിവെച്ച ദിശയിലേക്ക് സസൂക്ഷ്മം നോക്കുകയാണ്. ആ ഗണ്ണുകൾ വഴി ജനിക്കപ്പെട്ട പൊടികൾ മുഴുവൻ ഒന്ന് അടങ്ങിയപ്പോൾ അവർക്ക് ആ കാഴ്ച കാണാം. ഷർട്ടൊക്കെ കീറിയ ശൈലിയിൽ സാക്ഷാൽ ഹെക്ടർ ടെങ് 2 കൈയും പുറകെ കെട്ടി അങ്ങനെ നിൽക്കുകയാണ്. ഹെക്ടറിന്റെ ഇരുപുറത്തുമായി ഏകദേശം 24ഓളം പേര് വരുന്ന മൈറ്റി ലെവൽ മാർഷൽ ആർട്ടിസ്റ്റുകളും അങ്ങനെ നിരന്നു നിൽപ്പുണ്ട്. അവര് ഒരു മതിൽ പോലെ നിൽക്കുകയാണ്. ആ മതിലിനെ കടന്ന് ഒരു വെടിയുണ്ട പോലും പോയിട്ടില്ല. ആ 24 പേരടങ്ങിയ സംഘത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അവരുടെ ദേഹത്ത് അണിഞ്ഞിരുന്ന വസ്ത്രങ്ങൾ കീറിയിട്ടുണ്ടെന്നല്ലാതെ ഒരു പോറൽ പോലും ആർക്കും ഏറ്റിട്ടില്ല. ഈ കാഴ്ച കണ്ട ലാരി വല്ലാതെ പതറിയെന്ന് പറയാം. ആധുനിക ആയുധങ്ങൾക്ക് തൊടാൻ കഴിയാത്ത ശൈലിയിൽ ഉരുക്ക് ബോഡിയുള്ള ആളുകളാണ് ആ നിൽക്കുന്നത്. ഈ സംഘടന നടക്കുമ്പോൾ ഇതിലൊന്നും ശ്രദ്ധിക്കാതെ ആ മതില് പോലെ നിൽക്കുന്ന 24 പേർക്ക് പുറകിലായി സാക്ഷാൽ സ്കൈ ബ്ലഡ് റെയിൻബോ ടോറസ് അവന്റെ ആ കളം നിർമ്മാണം അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. തനിക്ക് മുമ്പിൽ നിൽക്കുന്ന മൾട്ടി ലെവൽ
ആളുകളും ഹെക്ടർ ടെങ്ങും ചേർന്ന് എതിരാളികളെ നിഷ്പ്രഭമാക്കുമെന്നുള്ള കാര്യത്തിൽ ടോറസിന് ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ടോറസ് ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാത്തത്. ഹെക്ടർ ടെങ് വിഷനായി നിൽക്കുന്ന ലാരി ഹോംസ് നോക്കി ഉറക്കെ പറഞ്ഞു, കമാൻഡർ ലാരി ഹോംസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, നിങ്ങളുടെ ഈ പുറകിൽ കാണുന്ന ആ ചവർ ആയുധങ്ങൾ കൊണ്ടൊന്നും ഞങ്ങളെ തൊടാനാവില്ല. അത് കേട്ടതും ലാരി ഹോംസ് ഹെക്ടർ ടെങ്ങിനോട് പറഞ്ഞു, ഹെക്ടർ, നിന്നെ തൊടാൻ എനിക്ക് പറ്റില്ല എന്ന് നീ ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അവിടെ അപ്പോഴുപയോഗിച്ച ആയുധങ്ങൾ ഉതിർത്ത വെടിയുണ്ടകളെയും ഗ്രനേഡുകളെയും ഷെല്ലുകളെയൊക്കെ തടുക്കാൻ ഹെക്ടർക്കും ഹെക്ടറുടെ കൂടെയുള്ള ആളുകൾക്ക് കഴിഞ്ഞെങ്കിലും അവയേക്കാൾ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ കമാൻഡർ ഹോംസിന്റെ കൈവശം ഉണ്ടെന്ന് ഒരു സൂചനയാണ് കമാൻഡർ ആ സമയത്ത് കൊടുത്തത്. അത് മനസ്സിലാക്കിയ ഹെക്ടർ കമാൻഡർ ലാരി ഹോംസിനോട് പറഞ്ഞു, കമാൻഡർ ലാരി, നിങ്ങൾക്ക് ഞങ്ങളോട് എതിർപ്പുണ്ടാകേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങള് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ ഭൂമി തന്നെ വിട്ടുപോകും. ഞങ്ങളൊക്കെ ഹോളി റീജിയനിലേക്ക് പോകാൻ പോവുകയാണ്. കമാൻഡർ ലാരി, എനിക്ക് നിങ്ങൾക്ക് നൽകാൻ ഒരു ഉപദേശമുണ്ട്. നിങ്ങൾ ഞങ്ങളോടൊപ്പം കൂടും. നിങ്ങൾക്ക് ഹോളി റീജിയനിൽ അനിശ്ചിതമായ ഒരു സ്ഥാനം ഉറപ്പായും ലഭിക്കും. നിങ്ങളെപ്പോലെ ചങ്കുറപ്പുള്ള ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഏത് ലോകത്തും ഒരു സാധ്യതയുണ്ട്. ലാരി ഹോംസിന് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഹെക്ടർ ടെങ് സൂചിപ്പിച്ചത്. അത് കേട്ടതും ലാരി ഹെക്ടറോടായി പറഞ്ഞു, ഹെക്ടർ, ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നീതിക്കും ന്യായത്തിനും നിരക്കാത്തതൊന്നും ഞാൻ ചെയ്യില്ല. എന്റെ ഡ്യൂട്ടി അതാണ് ഇപ്പൊ എനിക്ക് പരമപ്രധാനം. ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി. ആ ഡ്യൂട്ടി ചെയ്യുന്നതിനിടയിൽ മരിച്ചാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ലാരി ഹോംസ് തീർത്തു പറഞ്ഞതും ഹെക്ടറുടെ ഇരുപുറത്തുമായി നിൽക്കുന്ന ആളുകൾ ഹെക്ടറോടായി പറഞ്ഞു, ഹെക്ടർ, നമ്മള് ഇയാളോട് സംസാരിച്ച് നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഇയാൾ കൂടുതൽ ശക്തി നേടുന്നതിന് മുന്നേ ഇയാൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് പെട്ടെന്ന് ഹെക്ടർക്കും തോന്നി. ഹെക്ടർ ഒന്ന് പിന്നോട്ട് മാറിയിട്ട് ആ കൂടുതലുള്ള ആളുകളോട് പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ലാരിയെ നിങ്ങൾക്ക് വിടുന്നു. ലാരിയെ നിങ്ങൾക്ക് വിടുന്നു എന്ന് ആ മൈറ്റി ലെവൽ ഫൈറ്റേഴ്സിനോട് പറഞ്ഞ ഹെക്ടർ ഏതാനും അടി പുറകോട്ട് മാറി. ഹെക്ടർ പുറകോട്ട് മാറിയതും ആ വരിയായി നിൽക്കുന്ന ആളുകളിൽ നിന്ന് രണ്ടാളുകൾ മുന്നോട്ട് സാവധാനം നടന്നു തുടങ്ങി. മൈറ്റി ലെവൽ മാർഷൽ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണ്. അങ്ങനെയുള്ള 2 ഡസൻ മൈറ്റി ലെവൽ ഫൈറ്റേഴ്സ് ആണ് ഇപ്പോൾ ഇവിടെ ഈ ഹെവൻലി ഗേറ്റിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. അവരെല്ലാവരും കഴിഞ്ഞ കാലങ്ങളിൽ ഒളിവിൽ താമസിച്ച ആളുകളാണ്. അവർക്ക് ഒറ്റ ടാർഗറ്റേ ഉള്ളൂ, ഹോളി റീജിയനിലേക്ക് പോവുക. അതിനുവേണ്ടിയാണ് ഇത്രയും കാലം അവർ അവരുടെ ജീവൻ പിടിച്ചു നിർത്തിയത്. മൈറ്റി ലെവലുകാരെ സംബന്ധിച്ചിടത്തോളം മാർഷൽ സെയിന്റ് എന്ന് പറയുന്നത് തികച്ചും ഒരു നിസ്സാരമായ സംഭവമാണ്. അത് നമുക്ക് മുന്നോട്ട് നടക്കുന്ന ആ മൈറ്റ് ലെവൽ ആളുകളുടെ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കാം. ഒരു ഉറുമ്പിനെ നേരിടാൻ പോകുന്ന ഒരു ലാഘവത്തോടെയാണ് ആ മൈറ്റ് ലെവൽ യോദ്ധാവ് ലാരി ഹോംസ് നേരെ നടന്നത്. മിസ്റ്റർ ലാരി ഹോംസ്, നിങ്ങളെക്കുറിച്ച് ഞാനും പലതും കേട്ടിട്ടുണ്ട്. എന്തായാലും നിന്റെ ശക്തി എനിക്കൊന്ന് അറിയാൻ ഒരു ആഗ്രഹം. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ഒരു ഒറ്റയിടി ഒരു മൈറ്റ് ലെവൽ ഫൈറ്ററുടെ ശക്തി എന്താണെന്ന് മാർഷൽ സെയിന്റ് ലെവലിലെ തുടക്കക്കാരനായ ഒരാളെ കാണിച്ചു കൊടുക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ടാണ് ആ മൈറ്റി ലെവലുകാരൻ ഈ ഫൈറ്റിനെ നോക്കിക്കാണുന്നത്. മൈറ്റി ലെവലിലെ ഒരാളുടെ കൈ തടുക്കാൻ മാർഷൽ സെയിന്റായ ലാരി ഹോംസിന് കഴിയില്ല എന്ന യാഥാർത്ഥ്യം മാർഷൽ ആർട്ടിസ്റ്റ് മേഖലയിലുള്ള കാഴ്ചക്കാർക്കുണ്ട്. അവർ അയ്യോ എന്ന് വിളിക്കുമ്പോഴേക്കും ആ മൈറ്റി ലെവലുകാരുടെ കൈ വായുവിൽ ശരിക്കും പതിച്ചു കഴിഞ്ഞു. അതിശക്തമായ അവന്റെ പഞ്ച് ഒരു പ്രകാശം ഉണ്ടാക്കി. ആ പ്രകാശം ഒരു ബീം പോലെ ലാരി ഹോംസിന് നേരെ പാഞ്ഞു വന്നതും ലാരി 2 കൈകൊണ്ടും അതൊന്ന് തടുത്തെങ്കിലും ലാരി ഒത്തിരി പുറകോട്ട് തെറിച്ചു. ഏകദേശം ആ പീരങ്കിക്ക് അടുത്തേക്ക് വന്നു വീണ ലാരിയുടെ ദേഹം ഒന്ന് നുറുങ്ങിയെന്ന് പറയാം. പക്ഷേ ലാരി എണീറ്റു. ആ കാഴ്ച കണ്ടതും ആ മൈറ്റി ലെവൽ യോദ്ധാവ് ശരിക്കും അമ്പരപ്പോടെയും വല്ലാത്തൊരു കൗതുകത്തോടെയും ലാരിയെ തല മുതൽ കാൽപാദം വരെ ഒന്ന് സ്കാൻ ചെയ്തു. കുട്ടി, നീ ശരിക്കും എന്നെ അതിശയപ്പെടുത്തിയിരിക്കുകയാണ്. നിനക്ക് ഹെക്ടർ പറഞ്ഞതുപോലെ ഒരുപാട് ഭാവിയുണ്ട്. നീ ഞങ്ങൾക്കൊപ്പം ചേര്. ഹോളി റീജിയനിൽ നിനക്ക് വളരെ ഉയർന്ന ഒരു സ്ഥാനം ലഭിക്കും. അതിന് മറുപടിയായി ലാരി ഹോംസ് പറഞ്ഞു, നോക്ക്, ഞാൻ അനീതി ചെയ്യുന്ന ആളുകൾക്ക് ഒപ്പം കൂടില്ല. നിങ്ങളെല്ലാവരും അവസാനിപ്പിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. ലാരി ഹോംസ് അങ്ങനെ പറഞ്ഞതും ആ മൈറ്റി ലെവലുകാരന് വളരെയധികം ദേഷ്യം വന്നു. ധിക്കാരി, നിനക്ക് ആരോടാണ് സംസാരിക്കുന്ന പോലും അറിയില്ല അല്ലേ? പൈറോയിലെ ഗോഡ് ഓഫ് വാർ ലാരി ഹോംസ് പൈറോയിൽ ഒരു സംഭവമാണെങ്കിലും ഈ മൈറ്റി ലെവലുകാരന് പൈറോയുമായി ഒരു ബന്ധവുമില്ല. അയാൾ ലോകത്തിന്റെ ഏതോ കോണിൽ നിന്ന് അവിടെ എത്തിയതാണ്.
അതുകൊണ്ട് തന്നെ അയാളെക്കാൾ താഴ്ന്ന ലെവലിലുള്ള ഒരു മാർഷൽ ആർട്ടിസ്റ്റിന്റെ അധികാരപരമായ സംഭാഷണം തീരെ അങ്ങോട്ട് ഇഷ്ടമായില്ല. അയാൾ ശരിക്കും കൈയൊന്ന് മുറുക്കിയതും ആ കൈക്ക് ചുറ്റുമുണ്ടായ പ്രകാശത്തിന്റെ അളവെന്ന് വർദ്ധിച്ചു. ഒരു ടണലിന്റെ അത്രയും വലുപ്പത്തിൽ അയാളുടെ കയ്യിലേക്ക് പ്രകാശം വരികയാണ്. അത് കണ്ടതും ലാരി ഹോംസ് ശരിക്കും അലറി. ലാരി ഹോംസിന്റെ ആ അലർച്ച വല്ലാത്തൊരു മുഴക്കം തന്നെ അവിടെ ഉണ്ടാക്കി എന്ന് പറയാം. ലാരി ഹോംസ് എന്ന് അലറിയതും ലാരിയുടെ ബോഡിക്ക് ചുറ്റുമായി പ്രകാശത്തിന്റെ ഒരു വിന്യാസം ഉണ്ടായി. ആ പ്രകാശം പെട്ടെന്നാണ് അനവധി ഡ്രാഗണുകളായി മാറിയത്. ലാരിയുടെ തലയ്ക്ക് മുകളിൽ ഒരു ഡ്രാഗൺ, ഇരു ഷോൾഡറിലും ഓരോ ഡ്രാഗൺ, അതിനുശേഷം കൈകളുടെ ഭാഗത്തേക്ക് ഡ്രാഗൺ, അങ്ങനെ കറങ്ങി 9 ഡ്രാഗണുകൾ. ഇടതുവശത്ത് 4 ഡ്രാഗൺ, വലതുവശത്ത് 4 ഡ്രാഗൺ, 9ാമത്തെ ഡ്രാഗൺ തലയ്ക്ക് മുകളിൽ. ലാരി ഹോംസിന്റെ പ്രസിദ്ധമായ ആ ഡ്രാഗൺ സൃഷ്ടി ശരിക്കും ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ലാരി ഹോംസും ജിയാങ് ഹിയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ജിയാങ് ഹിയെ ഒറ്റ പഞ്ചിൽ ലാരി ഹോംസ് പരാജയപ്പെടുത്തിയത് ഈ 9 ഡ്രാഗൺ ടെക്നിക്ക് ഉപയോഗിച്ചാണ്. അതിനെ 9 ഡ്രാഗൺ ആർട്ട് എന്നാ വിളിക്കുക. അതൊരു ആർട്ടാണ്, ഒരു കലാരൂപം പോലെയാണ്. പക്ഷെ അന്ന് ജിയാങ് ഹി മനഃപൂർവ്വം ആ ബാറ്റിൽ ഫോർമുല ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാറ്റിൽ ഫോർമുല ജിയാങ് ഹി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ലാരി ഹോംസിന് ജിയാങ് ഹിയെ തോൽപ്പിക്കാൻ പറ്റുമായിരുന്നില്ല. ജിയാങ് ഹി യഥാർത്ഥത്തിൽ അന്ന് ലാരിയോടങ്ങ് തോറ്റു കൊടുത്തതാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലായത് മുതലാണ് ലാരി ഹോംസും ജിയാങ് ഹിയും ശരിക്കും സുഹൃത്തുക്കളായത്. ലാരി ഹോംസ് ന്യൂ സെലസിലെ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളെ വെല്ലുവിളിച്ച് അവരെയൊക്കെ തോൽപ്പിച്ച് ശരിക്കും ന്യൂ സെലസിൽ തന്റെ അധികാരം ഉറപ്പിച്ചത് ഈ 9 ഡ്രാഗൺ ആർട്ടിന്റെ കൂടി സഹായത്താലാണ്. ഒരാൾക്കും ലാരിയെ തൊടാനാവില്ല എന്ന ഒരു ശൈലിയിലേക്ക് ലാരി വളരുകയായിരുന്നു. പക്ഷെ ലാരി അന്നും ഇന്നും നിയമത്തിന്റെയും ന്യായത്തിന്റെയും ഭാഗത്ത് മാത്രമേ നിൽക്കുള്ളൂ. അതുകൊണ്ടാണ് ലാരി സർക്കാരിന്റെ ഭാഗമായി മാറിയത്. ലാരിയെ ഇല്ലാതാക്കാനായി അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾ പണികൾ പലതും പ്ലാൻ ചെയ്യുമ്പോഴാണ് ലാരി മിലിറ്ററി ഡിസ്ട്രിക്റ്റിന്റെ ഭാഗമായത്. അതോടെ പൈറോയിലെ എൻറ്റയർ മിലിറ്ററിയും ക്രമേണ ലാരിയുടെ കീഴിലേക്കായി. ലാരി സർവശക്തനായി. ആ ലാരിയാണ് വീണ്ടും ആ 9 ഡ്രാഗൺ ആർട്ട് ഇതാ എടുത്തുപയോഗിക്കുന്നത്. 9 ഡ്രാഗണുകളും ഒന്നിച്ച് മുന്നോട്ട് അലറി കുതിക്കുമ്പോൾ അത് കണ്ട ആ മൈറ്റി ലെവലുകാരൻ ഒന്ന് പുഞ്ചിരിച്ചു. അയാളുടെ കയ്യിലേക്ക് കേന്ദ്രീകരിച്ച ആ ബീമിന്റെ ആ വ്യാപ്തി അങ്ങ് വർദ്ധിപ്പിച്ചു. ഇപ്പോ നമുക്ക് അയാളെ കാണാൻ പറ്റില്ല. അയാളുടെ മുന്നിൽ ഒരു സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പോലെ പ്രകാശത്തിന്റെ ഒരു വലിയ വലയം ഉണ്ടായിരിക്കുകയാണ്. ആ വലയം പൂർണ്ണമായും ലാരിയുടെ ആ ഡ്രാഗണുകളെ കവർ ചെയ്ത് നിൽക്കുകയാണ്. ആ ഡ്രാഗണുകൾ മുന്നോട്ട് കുതിച്ചതും പ്രകാശം മുന്നോട്ട് കുതിച്ചതും ഒരേ നിമിഷത്തിലാണ്. രണ്ടും യഥാർത്ഥത്തിൽ പ്രകാശം മാത്രമാണ്. രണ്ടും അവരവരുടെ ഇന്റേണൽ എനർജി കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ഒരു മായിക സംവിധാനം മാത്രമാണ് എന്നുള്ളതാണ് സത്യം. ആ 2 ഇന്റേണൽ എനർജിയും തമ്മിൽ വായുവിൽ ഒന്ന് കൂട്ടിമുട്ടി ഒരു സ്ഫോടനം തന്നെ അവിടെ ഉണ്ടായി. ഒരു വൻ ശബ്ദവുമുണ്ട്. അടുത്ത നിമിഷം ആളുകൾ കാണുന്നത് ആ ഡ്രാഗണുകൾ പൂർണ്ണമായി ചിതറുന്നതാണ്. താൻ സൃഷ്ടിച്ച 9 ഡ്രാഗൺ ആർട്ട് ആ മൈറ്റി ലെവൽ ഫൈറ്റർക്ക് മുന്നിൽ ഒന്നുമല്ല എന്ന യാഥാർത്ഥ്യം ലാരി ഹോംസ് തിരിച്ചറിയുകയാണ്. ലാരി അത് പ്രതീക്ഷിച്ചിരുന്നതുമാണ്. അയാളൊരു മാർഷൽ സെയിന്റ് ആണ്. അയാളും ഒരു മൈറ്റി ലെവൽ യോദ്ധാവായിരുന്നുവെങ്കിൽ അയാളുടെ ഇന്റേണൽ എനർജി ഉപയോഗിച്ച് അയാൾ സൃഷ്ടിക്കുന്ന ആ 9 ഡ്രാഗൺസ് കൂടുതൽ ശക്തമായനെ. അതിനെ തകർക്കാൻ ആ മൈറ്റി ലെവലുകാരന് പറ്റുമായിരുന്നില്ല. ഇവിടെ ലെവലുകൾ തമ്മിൽ വലിയ അന്തരമുണ്ട്. ലാരി ഹോംസ് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും ആ മൈറ്റി ലെവലുകാരനെ തള്ളി മാറ്റിക്കൊണ്ട് സാക്ഷാൽ ഹെക്ടർ ടെങ് മുന്നോട്ട് വന്നു. ഏയ് ലാരി, നിന്റെ ഈ 9 ഡ്രാഗൺ ടെക്നിക്ക് എനിക്കങ്ങ് ഇഷ്ടമായി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹെക്ടർ ടെങ് ഒരൊറ്റയിടി. പൈറോയിലെ നമ്പർ 1 എല്ലാ ആളുകളും കണ്ടിരുന്ന ആ ലാരി ഹോംസിനെ സെൻട്രൽ പ്ലെയിനിൽ നമ്പർ 1 കണ്ടിരുന്ന ഹെക്ടർ ടെങ് ഒറ്റയിടിക്ക് ദൂരേക്ക് തെറിപ്പിച്ചു. രണ്ടുപേരുടെയും ശക്തിക്ക് തമ്മിൽ വൻ വ്യത്യാസമുണ്ടെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. ദൂരേക്ക് തെറിച്ചു വീണ ലാരി ഹോംസിന്റെ തൊട്ടടുത്ത് ആ നിമിഷത്ത് തന്നെ ഹെക്ടർ ടെങ് എത്തി. ലാരിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ഹെക്ടർ ലാരിയുടെ കഴുത്തിലങ്ങ് പിടിച്ചു. ഒറ്റ കൈകൊണ്ട് ഹെക്ടർ ലാരി എടുത്തിങ്ങനെ ഉയർത്തുകയാണ്. ഈ നിമിഷത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കവചിത വാഹനങ്ങളിലുള്ള ആ പട്ടാളക്കാർ അന്തവിട്ട് നിൽക്കുകയാണ്. അവരുടെ കമാൻഡർ ലാരി ഹോംസിനെ ഇതാ ഹെക്ടർ ഒറ്റ കൈയിൽ എടുത്തു പിടിച്ചിരിക്കുന്നു. അവരുടെ കൈവശമുള്ള ആയുധങ്ങൾക്ക് ഹെക്ടറെ മുറിവേൽപ്പിക്കാനും പറ്റില്ല. ഈ കാഴ്ച ആയിരക്കണക്കിന് ആളുകളും കാണുകയാണ്. ഹെവൻലി ഗേറ്റിന് മുന്നിൽ നടക്കുന്ന ആ യുദ്ധത്തെക്കുറിച്ച് അറിഞ്ഞ ആളുകളൊക്കെ അവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലാരിയുടെ കഴുത്തിൽ പിടിമുറുക്കിയ ഹെക്ടർ ലാരിയോട് പറഞ്ഞു, മിസ്റ്റർ ലാരി ഹോംസ്, നിങ്ങളെ കൊല്ലണ്ട എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ നിങ്ങൾ വല്ലാത്തൊരു നോയ്സൻസ് ആയി മാറിയിരിക്കുകയാണ്. ലാരി ഹോംസിനെ ഉടൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ കൂടുതൽ സൈന്യം സ്ഥലത്തേക്ക് എത്തുമെന്നും അത് തങ്ങളുടെ ലക്ഷ്യത്തെ ബാധിക്കുമെന്ന് പെട്ടെന്ന് ഹെക്ടർ ടെങ്ങിന് തോന്നിയതുകൊണ്ടാണ് ഹെക്ടർ അതിവേഗം മുന്നോട്ട് കുതിക്കുകയും ലാരിയുടെ കഴുത്തിൽ പിടിക്കുകയും ചെയ്തു. ലാരിയുടെ കഴുത്തിലേക്ക് ഒന്ന് അമർത്തി പിടിച്ച ഹെക്ടർ ലാരിയോടായി പറഞ്ഞു, മിസ്റ്റർ ലാരി,
ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ആളുകൾക്ക് ഞങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ ഏതാനും ദിവസങ്ങൾ കൂടിയേ ഇവിടെ ഉണ്ടാവും. ഞങ്ങൾക്ക് ഞങ്ങളുടെ യത്നം പൂർത്തീകരിക്കാൻ നീ സഹായിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടാം. അങ്ങനെ ഹെക്ടർ ടെങ് പറഞ്ഞതും ലാരിയുടെ നേർത്ത ശബ്ദം നമുക്ക് കേൾക്കാം. ഹെക്ടർ, ഞാൻ മരിച്ചാലും അത് സമ്മതിക്കില്ല. അങ്ങനെ ലാരി ഹോംസ് പറഞ്ഞ ആ നിമിഷത്തിൽ ഹെക്ടർ ശരിക്കും അലറി. ലാരി, ഈ ജനങ്ങൾ മുഴുവൻ കാണുകെ ഞാൻ നിന്നെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ നിൽക്കുന്ന ആർക്കെങ്കിലും പൈറോയുടെ ഗോഡ് ഓഫ് വാർ ലാരി ഹോംസിനെ രക്ഷിക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെ ഉറക്കെ ചോദിച്ചുകൊണ്ട് ഹെക്ടർ പൊട്ടിച്ചിരിക്കുമ്പോൾ ഒരു ശബ്ദം. ഹെക്ടർ, നിന്നെ ഞാൻ എവിടെയെല്ലാം തിരക്കിയെന്നറിയാവൂ? ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞെട്ടി ഹെക്ടർ ടെങ് തിരിഞ്ഞു നോക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ കാണുന്നത് തൊപ്പി വെച്ച ഒരു മനുഷ്യനെയാണ്. പൊക്കമുള്ള ഒരു തൊപ്പി വെച്ച ആൾക്കൂട്ടത്തിനിടയിൽ കൂടി അങ്ങോട്ട് കടന്നു വരികയാണ്. പക്ഷെ ആ കടന്നു വന്ന ആളുടെ ശബ്ദം തനിക്ക് നല്ല പരിചയമുള്ള ശബ്ദമാണ്. അവനൊരിക്കലും മറക്കാൻ കഴിയില്ല ആ ശബ്ദം. അമ്പരപ്പോടെ ഹെക്ടർ ആ തൊപ്പി വെച്ച ആളെ നോക്കുമ്പോൾ ആ ആള് തലേന്ന് തൊപ്പി എടുത്തു. തലേന്ന് തൊപ്പി എടുത്ത മാർക്ക് ഫെല്ലർ ആ തൊപ്പി ഒരൊറ്റയേറി ആ തൊപ്പി അതിവേഗം മാർക്കിന് മുന്നിലുള്ള ആ വായുവിലൂടെ ഹെക്ടർ ടെങ്ങിന് നേരെ പാഞ്ഞു വരികയാണ്. ആ കാഴ്ച കണ്ടതും ഹെക്ടർ വലത് കൈയിൽ പിടിച്ചിരുന്ന ലാരി ഹോംസിനെ താഴേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടം. ഹെക്ടർ തറ തൊടാതെ ഓടുകയാണ്. ഹെക്ടർ ഓടി ആ മൈറ്റ് ലെവലുകാരുടെ അടുത്തെത്തി. മൈറ്റ് ലെവലുകാരുടെ അടുത്തെത്തിയപ്പോഴാണ് ഹെക്ടറിന് ശ്വാസം നേരെ വീണത്. ഹെക്ടർ തിരിഞ്ഞ് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ ഹോളി റിജിനിൽ പോയില്ലേ? ഹെക്ടർ, ഞാൻ ഹോളി റിജിനിലേക്ക് പോയിരുന്നെങ്കിൽ നിന്നെയും നിന്റെ കൂട്ടാളികളെയും എനിക്ക് പിടികൂടാൻ പറ്റുമായിരുന്നു. അങ്ങനെ ചോദിച്ചുകൊണ്ട് മാർക്ക് ഫെല്ലർ മുന്നോട്ട് നടക്കുമ്പോൾ ആളുകളുടെയും ആവേശങ്ങൾ വർദ്ധിച്ചു. ഇപ്പൊ പൈറോയിലെ നമ്പർ 1 മാർക്ക് ഫെല്ലർ ആണ്. പൈറോയിലെ മാത്രമല്ല, എന്റെ ലോകത്തെയും നമ്പർ 1 മാർക്ക് ഫെല്ലർ ആണെന്ന് എല്ലാവർക്കും അറിയാം. മാർക്ക് ഫെല്ലറെ തോൽപ്പിക്കാൻ മൈറ്റ് ലെവലിലെ യോദ്ധാവിന് പോലും പറ്റില്ല എന്നുള്ള ആ യാഥാർത്ഥ്യം ആളുകൾ പരസ്പരം പറയുന്ന കാര്യമാണ്. മാർക്കിനെ കണ്ടതും സൈന്യത്തിന്റെയും ആവേശങ്ങൾ വർദ്ധിച്ചു. അവർക്ക് തൊടാൻ കഴിയാത്ത ആളുകളെ മാർക്കിന് തൊടാൻ പറ്റും. മാർക്ക് മുന്നോട്ട് നടന്നു വരുന്ന കണ്ടതും ആ മൈറ്റി ലെവലിലെ ഒരാൾ പെട്ടെന്ന് മുന്നോട്ട് കയറി. മാർക്ക് ഫെല്ലർ, നിന്നെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിരുന്നു. നിന്നൊന്ന് കാണണമെന്നും പരിചയപ്പെടണമെന്നും ഞാനും ആഗ്രഹിച്ചതാണ്. എന്തായാലും ഒരു ബാറ്റിൽ ഫീൽഡിൽ നമ്മളിതാ മുഖാമുഖം കണ്ടുമുട്ടുകയാണ്. ഒരു മൈറ്റി ലെവലുകാരന്റെ ശക്തി എന്താണെന്ന് നിന്നെ ഒന്ന് പഠിപ്പിക്കണമെന്ന് ഞാൻ കരുതി തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. മാർക്ക് ഫെല്ലർ, ഇതാ ഈ പഞ്ച് നീ ഒന്ന് തടുത്തേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മൈറ്റി ലെവലുകാരൻ ഒന്ന് മുന്നോട്ട് കുതിച്ചു. ആ മൈറ്റി ലെവലുകാരൻ മുന്നോട്ട് കുതിക്കുമ്പോ സ്വാഭാവികമായിട്ട് തറ കുലുങ്ങുകയാണ്. ഇതുവരെ അവർ ലാരി ഹോംസുമായി ഏറ്റുമുട്ടിയതൊന്നും ഏറ്റുമുട്ടലേ അല്ല എന്ന് വിളിച്ചു പറയുന്ന ശൈലിയിലായിരുന്നു ആ മൈറ്റി ഫിഗറുകാരന്റെ മുന്നോട്ടുള്ള കുതിപ്പ്. അയാൾ മുന്നോട്ട് കുതിക്കുമ്പോൾ അയാൾക്ക് ചുറ്റും ഒരു ഓറ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിശക്തമായ രീതിയിൽ അയാൾ ഇന്റേണൽ എനർജി പുറത്തേക്ക് വമ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് കുതിക്കുന്നത്. അയാൾ മുന്നോട്ട് കുതിക്കുമ്പോൾ അയാളുടെ ഇരു കൈകളിന്റെ ചുറ്റും ശരിക്കും പ്രകാശം ജ്വലിച്ചു നിൽക്കുകയാണ്. അതൊരു കാഴ്ച തന്നെയാണ്. പക്ഷെ ആ കാഴ്ച ഒരു അമ്പരപ്പും മാർക്ക് ഫെല്ലർ ഉണ്ടാക്കുന്നില്ല. മാർക്ക് കൂളായി മുന്നോട്ട് നടക്കുകയാണ്. മുന്നോട്ട് നടക്കുന്ന മാർക്ക് ഫെല്ലർ അടുത്തേക്ക് പാഞ്ഞു വന്ന ആ മൈറ്റ് ലെവലുകാരൻ ചാടി ഉയർന്ന ഒരു അച്ചയിടി. അതേ നിമിഷത്തിൽ മാർക്ക് ഫെല്ലറും അയാളെ തിരിച്ചു പഞ്ച് ചെയ്തു. മാർക്കിന്റെ ഇടി ആ മൈറ്റി ലെവലുകാരന്റെ കയ്യിൽ പതിഞ്ഞതും അമ്പരപ്പിക്കുന്ന ശൈലിയിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. രണ്ട് ഇരുമ്പോ കൂടങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ശൈലിയിലുള്ള ഒരു ശബ്ദവും തീപ്പൊരികളുടെ ഒരു ചിതറലുമാണ് അവിടെ ഉണ്ടായത്. കണ്ണഞ്ചിക്കുന്ന ഒരു പ്രകാശം ഉണ്ടായി. ആ പ്രകാശം ഒന്ന് മങ്ങുമ്പോൾ ആളുകൾ കാണുന്നത് ആ മൈറ്റി ലെവലുകാരൻ ഒരുപാട് പുറകോട്ട് തെറിച്ചു വീണിരിക്കുന്നതാണ്. ആ മൈറ്റി ലെവലുകാരന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന്റെ കൈ ചിതറിയിട്ടുണ്ട്. ചിതറിയ കൈയിലേക്ക് തന്നെ ആ മൈറ്റി ലെവലുകാരൻ അങ്ങനെ സൂക്ഷിച്ചു നോക്കുന്ന കാഴ്ചയാണ് ആളുകൾ കണ്ടത്. ആ മൈറ്റി ലെവലുകാരന്റെ കൈ ചിതറിയെങ്കിലും അതിവേഗം ആ കൈ അയാൾ വീണ്ടെടുക്കുകയാണ്. മാർഷൽ സെയിന്റ് ആയി കഴിഞ്ഞാൽ തന്നെ അതിവേഗം ബോഡി റീകൂപ്പ് ചെയ്യും. ഇവിടെയും ആ നശിച്ച കൈ അതിവേഗം അയാൾക്ക് റീജനറേറ്റ് ചെയ്ത് കിട്ടുകയാണ്. റീജനറേറ്റ് ചെയ്യപ്പെടുന്ന കൈയിലേക്ക് നോക്കിക്കൊണ്ട് ആ മൈറ്റി ലെവലുകാരൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ നിന്റെ റെപ്യൂട്ടേഷൻ ശരിക്കും നിലനിർത്തിയിരിക്കുകയാണ്. ആ മൈറ്റി ലെവലുകാരൻ അത് പറയുമ്പോൾ ഹെക്ടർ ടെങ്ങിന്റെ ഉള്ളൊന്ന് കിടുങ്ങി. മറ്റാരെക്കാളും നന്നായി ഹെക്ടറിന് മാർക്കിനെ മനസ്സിലാകും. മാർക്കിന്റെ ശക്തി വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യം മറ്റാരെക്കാളും നന്നായി ഹെക്ടർ ഇതാ മനസ്സിലാക്കുകയാണ്. മാർക്കിന്റെ ശക്തി വർദ്ധിച്ചു എന്നുള്ള ആ സത്യം മനസ്സിലാക്കിയ ഹെക്ടറിന്റെ കാലിലെ വിരല് മുതൽ തലമുടി വരെ ഒന്ന് വിറച്ചു. താൻ ആരെ കാണരുതെന്ന് ആഗ്രഹിച്ചു ആ ആളെ ഇതാ
താൻ കാണാൻ ഇടവന്നിരിക്കുകയാണ്. ഹെക്ടർ അറിയാതെ 1-2 സ്റ്റെപ്പ് പുറകോട്ട് വെച്ചു. ഈ സമയത്ത് ഒരു മൈറ്റ് ലെവലുകാരൻ മുന്നോട്ട് കുതിച്ചു. അയാള് ഒരു സംഭവമാണ്. അയാളെ കണ്ട തന്നെ ആരും ഒന്ന് ഭയന്നു പോകും. അത്രയേറെ പൊക്കമുള്ള, കൈകളൊക്കെ നമ്മുടെ കാലുകളേക്കാൾ വണ്ണമുള്ള ആ മനുഷ്യൻ മുന്നോട്ട് കുതിക്കുമ്പോൾ നമുക്ക് ചാങ്മാങ്ങിനെയാണ് ഓർമ്മ വരിക. ഒരു ഉരുക്ക് ബോഡിക്കാരൻ. അയാൾ മുന്നോട്ട് കുതിക്കുമ്പോൾ അയാൾ നീളമുള്ള തലമുടി കാറ്റത്ത് ഇങ്ങനെ ആടി ഉലയുകയാണ്. അയാൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോഴും ആകാശത്തേക്ക് പൊങ്ങി താഴുന്നുണ്ട്. അതും ഒരു കാഴ്ചയാണ്. മുന്നോട്ട് പാഞ്ഞു വരുന്ന ആ ആളെ മാർക്ക് ഫെല്ലറും കണ്ടു. മാർക്ക് ഫെല്ലറും മുന്നോട്ട് കുതിച്ചു. മുന്നോട്ട് കുതിച്ച മാർക്ക് ചാടി ഉയർന്നതും ആ മൈറ്റ് ലെവലുകാരനും ചാടി ഉയർന്നതും ഒരേ നിമിഷത്തിലാണ്. ഇപ്പോ സകല ആളുകൾക്കും വായുവിൽ നിൽക്കുന്ന മാർക്ക് ഫെല്ലറെയും ആ മൈറ്റ് ലെവലുകാരനെയും കാണാം. അടുത്ത നിമിഷത്തിൽ അവർ ആ കാഴ്ച കണ്ടു. മാർക്ക് ഫെല്ലറുടെ അതിശക്തമായ ഇടി ആ മൈറ്റ് ലെവലുകാരന്റെ നെഞ്ചിലൊന്ന് പതിച്ചു. മൈറ്റ് ലെവലുകാരന്റെ കൈ മാർക്കിനടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ മാർക്കിന്റെ കൈ അതിവേഗതയിൽ ആ മൈറ്റ് ലെവലുകാരന് നെഞ്ചിൽ പതിക്കുകയായിരുന്നു. മാർക്കിന്റെ കൈ നെഞ്ചിൽ പതിച്ച ആ നിമിഷത്തിൽ ശരിക്കൊരു അമ്പരപ്പ് ആ മൈറ്റ് ലെവലുകാരന്റെ കണ്ണുകളിൽ വിസിബിൾ ആണ്. കാരണം അയാളുടെ നെഞ്ച് എന്ന് നേരത്തെ പറഞ്ഞിരുന്ന ഭാഗം ഇപ്പോ അയാളുടെ ബോഡിയിലില്ല. താഴെ ആളുകൾ വാ പൊളിച്ച് ആ കാഴ്ച കണ്ടു. അവർ കാണുന്നത് ആകാശത്ത് നിൽക്കുന്ന ആ മൈറ്റ് ലെവലുകാരന്റെ ബോഡിയിൽ നിന്ന് രക്തം ചിതറിത്തെറിക്കുന്നതാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ബാക്കി മൈറ്റ് ലെവലുകാർക്ക് മനസ്സിലാകും മുമ്പ് മാർക്ക് ഫെല്ലറുടെ ഇടം കൈ ആ മൈറ്റ് ലെവലുകാരന്റെ തലയിൽ ഒന്ന് പതിച്ചു. ആ ഇടം കൈ തലയിൽ പതിച്ച ആ നിമിഷത്തിൽ തല അങ്ങ് ചിതറി. തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിൽ ചെറു കഷ്ണങ്ങളായിട്ട് ആ തല അങ്ങ് ചിതറി. ആ ഇടിയിൽ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം കൂടി സംഭവിച്ചു. ആ മൈറ്റ് ലെവലുകാരന്റെ ആ പ്രമോഡിയൽ സ്പിരിറ്റ്, ആ ആത്മാവും കഷ്ണങ്ങളായി ചിതറി. സാധാരണഗതിയിൽ ഇത്തരം ഒരു ഫൈറ്റ് നടക്കുമ്പോൾ ആ സ്പിരിറ്റിനെ ചാടി രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. പക്ഷെ അതിനൊന്നുള്ള അവസരം കിട്ടിയില്ല. അതിനുവേണ്ടി മൈൻഡിനെ ഒരുക്കാൻ പോലുള്ള അവസരം ആ മൈറ്റ് ലെവലുകാരന് കിട്ടിയില്ല എന്നതാണ് സത്യം. അയാൾ ഒരിക്കലും മാർക്കിന് ഇത്രയും ശക്തി ഉണ്ടെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് വ്യക്തമാണ്. മാർക്ക് പതുക്കെ താണു. മാർക്ക് തറയിൽ ലാൻഡ് ചെയ്യുമ്പോൾ മാർക്കിന്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ട് മാംസകഷ്ണങ്ങളും രക്തവും ചിതറി വീഴുകയാണ്. ഇപ്പോ ആ ബാറ്റിൽ ഫീൽഡിൽ പൂർണ്ണ നിശബ്ദതയാണ്. ആ നിശബ്ദതയെ ഭേദിക്കുന്നത് ഇപ്പോഴും താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ആ രക്തവും മാംസവുമാണ്. സകലരും ശ്വാസം അടക്കി പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. മൈറ്റി ലെവലുകാരായ 24 ആളുകളിൽ ഒരാളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഒരാളുടെ കൈ മാർക്കിന്റെ ഇടിയിൽ ഒടിയുകയും ചെയ്തതാണ്. അവന്റെ കൈ റീജനറേറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഹെക്ടർ ടെങ് ഏതാണ്ട് പൂർണ്ണമായും നിശബ്ദനാണ്. ഈ സമയത്താണ് ആ ബാറ്റിൽ ഫീൽഡിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു ശബ്ദം ഉണ്ടാവുന്നത്. ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് സകലരെയും കണ്ടുതിരിഞ്ഞു. സ്കൈ ബ്ലഡ് റെയിൻബോയുടെ 5ാമത്തെ റെയിൻബോ പില്ലർ തറയിൽ നിന്ന് ആകാശത്തെ കുതിച്ച ശബ്ദമാണ് അവിടെ ഉയർന്നത്. ആ ശബ്ദം കേട്ട ദിക്കിൽ കണ്ണഞ്ചിക്കുന്ന പ്രകാശം ഉണ്ടായിരിക്കുകയാണ്. ആയിരക്കണക്കിന് പോക്കറ്റുകൾ ഒരുമിച്ച് ഒരു സ്പോട്ടിൽ നമ്മൾ കൊളുത്തി വെച്ചാൽ ഒന്നിച്ച് അത് മുകളിലേക്ക് ഇങ്ങനെ കത്ത് ഉയരുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു വർണ്ണ പ്രപഞ്ചമുണ്ടല്ലോ, അതേ ശൈലിയിൽ ഭൂമിയിൽ നിന്ന് ആയിരക്കണക്കിന് പോക്കറ്റുകൾ ഒന്നിച്ചിങ്ങനെ ഉദിച്ചു ഉയരുകയാണ്. ആ ഉദിച്ചു വരുന്ന ആ പോക്കറ്റുകൾക്ക് പക്ഷേ മഴവില്ലിന്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. ആ മഴവിൽ പ്രകാശം പതുക്കെ പതുക്കെ മുകളിലേക്ക് ഉയർന്ന് ഒരു തൂണായി മാറുകയാണ്. നേരത്തെ ഉണ്ടായ 4 തൂണുകളും കാൻസസ് സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിലാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തൂണ് ആ ബാറ്റിൽ ഫീൽഡിന് വളരെ സമീപത്താണ്. അതുകൊണ്ട് തന്നെ ആ ബാറ്റിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായി ആ തൂണ് കാണാം. വളരെയേറെ വലിപ്പമുള്ള ഒരു കൂറ്റൻ തൂണാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും സ്കൈ ബ്ലഡ് റെയിൻബോ ഉണ്ടാക്കിയ തൂണുകളെക്കാൾ വലുതും ശക്തവുമാണ് പുതിയ തൂണെന്ന് ഒറ്റനോട് തന്നെ വ്യക്തമാണ്. ആദ്യത്തെ തവണ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെയും രണ്ടാമത്തെ തവണ മാർക്വസുകളെയും ലക്ഷ്യമിട്ട് ആ തൂണുകൾ സൃഷ്ടിച്ച സ്കൈ ബ്ലഡ് റെയിൻബോ ടോറസ് ഇപ്രാവശ്യം സൃഷ്ടിക്കുന്നത് മാർഷൽ സെയിന്റുകളെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ്. അതിൻ്റെതായ പവർ ആ തൂണുകളിലുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ആ തൂണുകൾ മാർഷൽ സെയിന്റുകളെ മാത്രമല്ല ലക്ഷ്യമിടുന്നത്, മൈറ്റി ലെവലിലെ ഫൈറ്റേഴ്സിനെയും ലക്ഷ്യമിടുകയാണ്. ആ 8 തൂണും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഹെക്ടർ ടെങ് ഉൾപ്പെടെയുള്ള സകലരും ആ തൂണുകളുടെ ശക്തിയിൽ ഇല്ലാതാകും. അക്കാര്യം ടോറസിന് അറിയാം. ഹെക്ടർ ടെങ് മാത്രമല്ല, ആ 24 മൈറ്റി ഫിഗേഴ്സും ടോറസിന്റെ ആ തൂണുകളുടെ ഭാഗമാകും. അതറിയാവുന്ന ടോറസ് അവരുടെ തന്നെ സഹായത്താൽ ആ തൂണുകൾ ഒന്നൊന്നായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ലാരി ഹോംസിന്റെ ശബ്ദം മാർക്ക് കേട്ടത്. മാർക്ക്, ആ സ്കൈ ബ്ലഡിനെ അവസാനിപ്പിക്കേ. എണീക്കാൻ ബുദ്ധിമുട്ടുന്ന ലാരി ഹോംസ് അങ്ങനെ പറഞ്ഞതും മാർക്ക് ഫെല്ലർ ലാരിയോട് പറഞ്ഞു, കമാൻഡർ അത് ഞാൻ നോക്കാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ ദൂരെ ഒരു കളത്തിനടുത്തായി ഇരിക്കുന്ന
ടോറസിന് നേരെ നടന്നു തുടങ്ങി. മാർക്ക് ഫെല്ലർ ടോറസിന് നേരെ നടക്കുമ്പോൾ ടോറസിനും മാർക്കിനും ഇടയിൽ ബാക്കിയുള്ള 23 മാർഷൽ മൈറ്റി ഫിഗേഴ്സും സാക്ഷാൽ ഹെക്ടർ ടെങ്ങും ഉണ്ട്. അവർ അവിടെ ഉള്ളതായി ഭാവിക്ക് പോലും ചെയ്യാതെയാണ് മാർക്ക് ഫെല്ലർ ടോറസിനടുത്തേക്ക് നടക്കുന്നത്. മാർക്ക് ആ മൈറ്റി ലെവൽ യോദ്ധാക്കളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് അങ്ങനെ കൂളായി ടോറസിനെ നടക്കുന്ന കണ്ടതും ആ മൈറ്റി ലെവലുകാർ ഒന്ന് മുഖത്തോട് പോകുന്ന നോക്കി. അവർക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല ആ അവഗണന. അവർ വലിയ മൈറ്റി ലെവലുകാരാണ്. ആ മൈറ്റി ലെവലുകാർ അവിടെ ഉണ്ടെന്ന് പോലും പരിഗണിക്കാതെ അങ്ങനെ നടക്കുന്ന മാർക്കിനെ വെറുതെ വിടാൻ അവർ ഒരുക്കമല്ല. അവർ പെട്ടെന്ന് മാർക്കിനെ ഇങ്ങ് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, നീ എന്താ ഞങ്ങൾ ഇവിടെ ഉള്ള കാര്യം മറന്നുപോയോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് ആ മൈറ്റ് ലെവലുകാരൻ പെട്ടെന്ന് അയാളുടെ കൈയൊന്ന് ഉയർത്തി കൈയൊന്ന് അടച്ചതും അമ്പരപ്പിക്കുന്ന ഒരു രംഗമുണ്ടായി. മാർക്കിന് ചുറ്റുമായി പെട്ടെന്ന് ഒരു കവർ രൂപപ്പെട്ടു. കണ്ണുകൊണ്ട് ആളുകൾക്ക് കാണാൻ കഴിയുന്ന ശൈലിയിലുള്ള ഒരു കവർ, ഒരു എനർജി ബാരിയറാണ്. ആ ബാരിയർ രൂപപ്പെട്ട അതേ നിമിഷം തന്നെ അയാൾ ആ കൈ അടച്ചതുകൊണ്ട് ആ ബാരിയറിന് അകത്തുള്ള വായു പെട്ടെന്ന് തീ പിടിച്ചങ്ങ് പൊട്ടിച്ചിതറി. ഒരു വൻ സ്ഫോടനമാണ് ആ ബാരിയറിനകത്തുണ്ടായത്. ശരിക്കും മാർക്ക് ഫെല്ലർക്ക് ചുറ്റുമായി ഒരു കവർ പെട്ടെന്ന് ഉണ്ടാക്കി അതിനകത്ത് ഒരു എക്സ്പ്ലോഷൻ ആ മൈറ്റി ഫിഗർ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അയാളുടെ ഒരു തുറുപ്പ് ചീട്ടാണ് അയാളോട് ഉപയോഗിക്കുന്നത്. ഇത് സംഭവിക്കുന്നത് അതിവേഗതയിലാണ്. കാണികൾ അമ്പരപ്പോടെ എന്നിങ്ങനെ വിളിക്കുമ്പോഴേക്കും ആ സ്ഫോടനം കഴിഞ്ഞ് ഏതാനും സെക്കൻഡ് കഴിയുമ്പോൾ ആളുകൾ കാണുന്നത് മാർക്ക് ഫെല്ലർ ആ എനർജി ബാരിയറിനകത്ത് അങ്ങനെ നിൽക്കുന്നതാണ്. മാർക്കിന്റെ ദേഹത്തുണ്ടായിരുന്ന വസ്ത്രമൊക്കെ ഒന്ന് കീറിയിട്ടുണ്ട്. പക്ഷേ മാർക്കിന്റെ ബോഡിയിൽ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. ആ യാഥാർത്ഥ്യം ആ മാന്ത്രിക കൂട് സൃഷ്ടിച്ച ആ മൈറ്റി ലെവലുകാരനെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. അവൻ എന്തോ പറയാനായി വാ തുറക്കുമ്പോഴേക്കും മാർക്ക് ഇരു കൈയും രണ്ട് വശത്തേക്കും ഒന്ന് നീട്ടുകയാണ്. അതിന് ഫലമുണ്ടായി. മാർക്കിന് ചുറ്റും സൃഷ്ടിക്കപ്പെട്ട ആ ബാരിയർ നിമിഷ നേരം കൊണ്ട് തകർന്ന് തരിപ്പണമായി. വലിയ ഗ്ലാസ് മതില് ഒറ്റയിടിക്ക് ചെറു തരികളായി ചിതറി വീഴൂലേ, അതുപോലെ മാർക്കിന് ചുറ്റുമുള്ള ആ എനർജി ബാരിയർ ചിതറി താഴേക്ക് വീണു. മൊത്തം എനർജി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആ ബാരിയറുകളായതുകൊണ്ട് ചിതറി വീഴുമ്പോഴേക്കും ആ ബാരിയർ അപ്രത്യക്ഷമാകും. മാർക്ക് ഫെല്ലർ ഒന്നും സംഭവിക്കാത്ത പോലെ മുന്നോട്ട് നടക്കുന്ന മാർക്കിനെ കണ്ട ആ മൈറ്റ് ലെവലുകാരൻ ഒരിക്കൽ കൂടി ഒരൊറ്റ പഞ്ച്. ഈ സമയത്ത് മാർക്കും തിരിച്ചു പഞ്ച് ചെയ്തു. ആ മൈറ്റ് ലെവലുകാരന്റെ കയ്യിൽ നിന്ന് അനവധി അമ്പുകൾ ആ പഞ്ചിന്റെ ഫലമായി മുന്നോട്ട് പാഞ്ഞു വരികയാണ്. ആ അമ്പുകൾ ആ മൈറ്റ് ലെവലുകാരന്റെ കയ്യിൽ നിന്ന് പാഞ്ഞു വന്ന അതേ സമയത്ത് ആ മൈറ്റ് ലെവലുകാരന്റെ പുറയിലുള്ള അയാളുമായി കണക്ട് ചെയ്തിരിക്കുന്ന ബാക്കിയുള്ള ആളുകളും മാർക്ക് നേരെ പഞ്ച് ചെയ്തു. വെറൈറ്റി ഓഫ് ആയുധങ്ങൾ അതാണ് ആ നിമിഷത്തിൽ ഉണ്ടായത്. സകലരും ഒന്നിച്ച് ആക്രമിക്കുകയായിരുന്നു എന്നർത്ഥം. അമ്പുകൾ മാത്രമല്ല, ശക്തമായ കുന്തങ്ങളും വാളുകളും ഒക്കെയായി അവരുടെ ഇന്റേണൽ എനർജിയെ കൺവേർട്ട് ചെയ്യുകയാണ്. ആയുധങ്ങളുടെ വൻ ശേഖരം മാർക്കിനെതിരെ ഇങ്ങനെ പാഞ്ഞു വന്നു. മാർക്കിനെ ആ കൂട്ടായ ആക്രമണം ഇല്ലാതാക്കുമെന്നുള്ള ഒരു തോന്നൽ ആ കാഴ്ച കാണുന്ന ആരിലും ഉണ്ടാവും. പക്ഷെ മാർക്ക് ഫെല്ലർ ആ പാഞ്ഞു വരുന്ന ആയുധങ്ങൾക്കെതിരെ ശക്തമായി ഒന്ന് ഇടിക്കുകയായിരുന്നു. മാർക്കിന്റെ കൈ അതിശക്തമായി ആ ആയുധത്തിലേക്ക് ഇടിക്കുമ്പോൾ ആ ആയുധം ആ സെക്കൻഡിൽ തികച്ചും കഷ്ണങ്ങളായി ചിതറി അപ്രത്യക്ഷമാവുകയാണ്. മാർക്ക് ഫെല്ലറുടെ അതിശക്തമായ പഞ്ച് ആ ആയുധത്തെ അപ്രത്യക്ഷമാക്കിയ അതേ നിമിഷത്തിൽ മാർക്കിന്റെ ആ കൈ ഒരു കാറ്റും സൃഷ്ടിച്ചു. മാർക്കിന്റെ കൈ എടുത്തുള്ള ആ ഇടിയിൽ ചുറ്റുമുള്ള വായു ഓട്ടോമാറ്റിക്കായി സഹകരിച്ചു എന്ന് പറയാം. അതിശക്തമായ ഒരു കാറ്റ് ആ മുമ്പിലുണ്ടായിരുന്ന ആ മൈറ്റി ലെവലുകാരനെ എടുത്തെറിഞ്ഞു. ആ കാറ്റ് ഭീകരമായ ശബ്ദത്തോടുകൂടി തങ്ങൾക്ക് നേരെ പാഞ്ഞു വരുന്ന കണ്ടതും ഹെക്ടർ ടെങ് ഒഴിഞ്ഞു മാറി. എന്താണ് സംഭവിക്കുന്നതെന്ന് പിടികിട്ടും മുമ്പ് ആ കാറ്റ് ടോറസിന്റെ പുറത്തിടിച്ചു. മാർക്ക് ഫെല്ലറും ടോറസും തമ്മിൽ ശരിക്കും നല്ല ഗ്യാപ്പിലാണ് നിൽക്കുന്നത്. മാർക്ക് ഫെല്ലറിൽ നിന്ന് ഒത്തിരി അകലെയാണ് ടോറസ്. എന്നിട്ടും മാർക്കിന്റെ കൈ സൃഷ്ടിച്ച ആ കൊടുങ്കാറ്റ് ടോറസിന്റെ പുറത്ത് പതിക്കുക തന്നെ ചെയ്തു. ടോറസ് തെറിച്ച ആ നിമിഷത്തിൽ ടോറസ് ഉണ്ടാക്കിയ ആ കളങ്ങളും ചിഹ്നിച്ചു തെറിച്ചു വീണ ടോറസിന്റെ വായ്ക്കുടി ചോര കുടുകൂട ഒഴുകുകയാണ്. വിശ്വസിക്കാനാവാത്ത ഒരു കാഴ്ചയാണ് ആ മൈറ്റി ലെവലുകാർ കണ്ടത്. പൂർണ്ണ നിശബ്ദത ഇപ്പോ ആ കളത്തിലുണ്ട്. മാർക്കിനൊപ്പമുള്ള ആളുകളും കാണികളും ഹെക്ടർ ടെങ്ങിനൊപ്പമുള്ള ആളുകളും നിശബ്ദരാണ്. ആകെയുള്ള ശബ്ദം മുന്നോട്ട് നടക്കുന്ന മാർക്കിന്റെ കാല് തറയെ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം മാത്രമാണ്. സമ്പൂർണ്ണ നിശബ്ദതയാണ് എല്ലായിടത്തും. ആ സമയത്ത് ഒരു മൈറ്റി ലെവലുകാരൻ അടുത്തേക്കുന്ന ആളോട് ചോദിച്ചു, ഇതെന്ത് സ്പെല്ലാണ്? ആ ചോദ്യം ആ മൈറ്റി ലെവലുകാരൻ ചോദിച്ചപ്പോൾ ഈ കാഴ്ച അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന
ഹെക്ടർ ടെങ് അയാളോട് പറഞ്ഞു, ഇത് സ്പെല്ലൊന്നുമല്ല, അത് മാർക്കിന്റെ കൈ അനങ്ങിയപ്പോൾ ഉണ്ടായ കാറ്റാണ്. കാറ്റോ? കൈ അനക്കം കൊണ്ടുണ്ടാകുന്ന കാറ്റിന് ഇത്ര പവറോ? അങ്ങനെ ആ മൈറ്റി ലെവലുകാരൻ ചോദിച്ചതും ഹെക്ടർ മാർക്കിനെ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. ഹെക്ടറുടെ മനസ്സിലേക്ക് ഒരു സംശയം വന്നിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ ആ യുദ്ധക്കളത്തിൽ എത്തിയ നിമിഷം മുതൽ ഇതുവരെ മാർക്ക് സ്പിരിച്വൽ എനർജി ഉപയോഗിച്ചിട്ടേയില്ല. മാർക്ക് തന്റെ എതിരാളികളെ നേരിട്ടത് ബ്രൂട്ടൽ സ്ട്രെങ്ത് ഉപയോഗിച്ചാണ്. ആ മൈറ്റി ലെവലുകാരന്റെ നെഞ്ചിടിച്ച് കലക്കി തല ചിതറിച്ചത് ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ചാണ്. ആദ്യത്തെ മൈറ്റി ലെവലുകാരന്റെ കൈ ഇടിച്ചൊടിച്ചതും ഫിസിക്കൽ സ്ട്രെങ്ത്തിലാണ്. ഇപ്പോ ഈ കാണുന്ന മുഴുവൻ ആളുകളുടെയും മാന്ത്രിക സ്പെല്ലുകളെ നേരിട്ടതും ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ചാണ്. എന്താ അതിന്റെ അർത്ഥം? മാർക്കിന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് വർദ്ധിച്ചതാണോ, അതോ ഇനി മാർക്ക് സ്പിരിച്വൽ എനർജി ഉപയോഗിക്കുന്നതാണോ? ഹെക്ടർ ടെങ്ങിന്റെ മനസ്സിൽ അനവധി സംശയങ്ങളുണ്ട്. അതേ സംശയം ആ മൈറ്റി ലെവലുകാരുടെ മനസ്സിലും ഉണ്ടായെന്ന് വ്യക്തമാണ്. അവരും മുഖാമുഖം നോക്കി. ഇവന് സ്പിരിച്വൽ സ്ട്രെങ്ത് ഉപയോഗിക്കാൻ എന്തൊരു തടസ്സമുണ്ട്. ഒരു മൈറ്റി ലെവലുകാരൻ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ആ കാര്യം പറഞ്ഞതും ഹെക്ടർ അവരോട് പറഞ്ഞു, അതെ എനിക്കും അതാ തോന്നുന്നത്. അവൻ ഇതുവരെയായിട്ടും സ്പിരിച്വൽ എനർജി ഉപയോഗിച്ചിട്ടില്ല. സ്പിരിച്വൽ എനർജി ഉപയോഗിക്കാത്ത അവനെ നമുക്ക് എളുപ്പം തോൽപ്പിക്കാൻ പറ്റും. ആ ഡയലോഗ് ഹെക്ടർ പറഞ്ഞതും ശരിക്കും ഒരു ആവേശം ആ മൈറ്റി ലെവലുകാർക്കുണ്ടായി. ആ മൈറ്റി ലെവലുകാർ പെട്ടെന്ന് ഒന്ന് ചിരിച്ചു. മാർക്ക് ഫെല്ലർ, നിന്റെ ബലഹീനത ഞങ്ങൾക്ക് മനസ്സിലായി. മാർക്ക്, ഇനി നിനക്ക് രക്ഷയില്ല. അങ്ങനെ പറഞ്ഞ അയാൾ കൈ പെട്ടെന്ന് ഒന്ന് ചലിപ്പിച്ചപ്പോ അയാളുടെ കയ്യിൽ നിന്ന് ഒരു ചങ്ങല ജനറേറ്റ് ചെയ്യപ്പെട്ടു. അയാളുടെ കൈ അനക്കത്തിന്റെ ഭാഗമായിട്ട് ജനറേറ്റ് ചെയ്യപ്പെട്ട ആ ചങ്ങല മാർക്കിന്റെ പുറത്തുടങ്ങി വീണു. മാർക്കിനെ ഒരു എനർജി ചങ്ങല കൊണ്ട് ആ മൈറ്റി ലെവലുകാരൻ ബന്ധിപ്പിക്കുകയാണ്. ആ ചങ്ങല മാർക്കിന്റെ പുറത്തേക്ക് വീണതും അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്ക് ഈ ചങ്ങല മുറിക്കാൻ പറ്റില്ല എന്ന് പറയാനാണ് അയാൾ ശ്രമിച്ചത്. പക്ഷേ ആ വാക്ക് പറയാൻ അയാൾക്ക് പറ്റുന്നതിന് മുന്നേ മാർക്കിന്റെ പുറത്തു വീണ ചങ്ങല ചിതറിത്തെറിച്ചു. മാർക്ക് കൈയൊന്ന് അനക്കിയതും ആ ചങ്ങലകൾ കഷ്ണം കഷ്ണമായി ചിതറുകയായിരുന്നു. ശരിക്കും ഈ മൈറ്റി ലെവലുകാരൻ അത് കണ്ട് ഒന്ന് കിടുങ്ങി. കാണുന്നവർക്ക് സിമ്പിൾ ആണ് ആ ചങ്ങല എന്നൊക്കെ തോന്നുമെങ്കിലും അയാളുടെ എൻറ്റിയർ ഊർജവും ആ ചങ്ങലയിലേക്ക് കേന്ദ്രീകരിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അതാണ് മാർക്ക് ഒന്ന് കൈ അനക്കിയപ്പോ ചിതറിയത്. ഇതെന്താ സംഭവം? അവൻ അറിയാതെ അടുത്തേക്കുന്ന ആളോട് ചോദിക്കുമ്പോൾ അവൻ ഉറക്കെ പറഞ്ഞു, അതൊന്നും ആലോചിക്കണ്ട, നമ്മൾ ഒന്നിച്ച് അറ്റാക്ക് ചെയ്യുന്ന അയാൾ പറഞ്ഞതും ഹെക്ടറും ഉറക്കെ പറഞ്ഞു, അതെ, നമുക്ക് ഒന്നിച്ച് അറ്റാക്ക് ചെയ്യാം എന്നുള്ള ഹെക്ടറുടെ ഡയലോഗൂടെ കേട്ടതും ബാക്കിയുള്ള മുഴുവൻ ആളുകളും ഒന്നിച്ച് മാർക്കിനെ അങ്ങ് വളഞ്ഞു. പെട്ടെന്നാണ് എല്ലാവരും കൂടി ചേർന്ന് അവരുടെ ആ എനർജി ചങ്ങലകളാക്കി മാറ്റിയത്. ആ മൈറ്റി ലെവലുകാർ എല്ലാവരും കൂടി ജോയിന്റ് അറ്റാക്ക് നടത്തിയപ്പോൾ അവിടെയും ഉണ്ടായത് ഒരു ചങ്ങലയാണ്. ഇപ്പോ ചങ്ങലയുടെ വണ്ണം അങ്ങ് വർദ്ധിച്ചു. കാരണം 20-ലധികം മൈറ്റി ലെവലുകാരുടെ ഇന്റേണൽ എനർജി ഒന്നിച്ച് ആ ചങ്ങലയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും മാർക്ക് ഫെല്ലർക്ക് മുന്നിൽ ഒന്നുമല്ല എന്ന് ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞതും അവർക്ക് മനസ്സിലായി. മാർക്കിനെ ബന്ധിക്കുന്ന ചങ്ങലകളെ മാർക്ക് ശക്തമായി പഞ്ച് ചെയ്യുന്നതും ആ പഞ്ചിൽ ആ ചങ്ങലകൾ തകർന്നു വീഴുകയാണ്. ഈ ഓരോ ചങ്ങല തകർന്നു വീഴുമ്പോഴും ശ്വാസം നിലച്ചു പോകുന്നത് ഹെക്ടർ ടെങ്ങിനാണ്. ഹെക്ടറിന് എങ്ങനെയും അവിടുന്ന് രക്ഷപ്പെട്ട മതി എന്നുള്ള ഒരു മൈൻഡ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഹെക്ടർക്ക് ഇപ്പോ കഥ വ്യക്തമാണ്. 8 മൈറ്റി ലെവലുകാരുടെ ശക്തി ഉണ്ടായിരുന്ന ആളാണ് സാക്ഷാൽ ഗൂഷിങ്. ആ ഗൂഷിങ്ങിനെ നിഷ്പ്രയാസം തോൽപ്പിച്ച ആളാണ് മാർക്ക് ഫെല്ലർ. ആ മാർക്ക് ഫെല്ലറെ തനിക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓടി രക്ഷപ്പെടുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. അങ്ങനെ അയാൾ മനസ്സിലാലോചിക്കുമ്പോൾ മാർക്ക് ഫെല്ലറെ ഇടിയേറ്റ് ഒരു മൈറ്റ് ലെവലുകാരും കൂടി കഷ്ണങ്ങളായി ചിതറി. മാർക്കിന്റെ ഇടിയേറ്റാൽ തങ്ങൾ ആരും രക്ഷപ്പെടില്ല എന്ന ഒരു സത്യം ഈ നിമിഷത്തിൽ ആ മൈറ്റ് ലെവലുകാർക്ക് ബോധ്യമായി. തങ്ങൾ ശക്തരാണെന്നും മൈറ്റ് ലെവലിലുള്ള ആളുകളാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മാർക്കിന്റെ കൈ ദേഹത്ത് പതിഞ്ഞാൽ മരണം സുനിശ്ചിതമാണ്. അവരുടെ ആ പ്രിമോഡിയൽ സ്പിരിറ്റ് പോലും തകർക്കപ്പെടുകയാണ്. മറ്റൊരു ബോഡിയിലേക്ക് കയറി രക്ഷപ്പെടാനുള്ള അവസരം പോലും അവർക്ക് ലഭിക്കില്ല എന്നർത്ഥം. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതും ആ മൈറ്റി ലെവലുകളിൽ ഒരാൾ മാർക്കിനോട് ചോദിച്ചു, മാർക്ക് ഫെല്ലർ, ദയവായി ഞങ്ങളെ വെറുതെ വിട്ടൂടെ? അങ്ങനെ ആ ആള് ചോദിച്ചതും മറ്റൊരാൾ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നമ്മൾ തമ്മിൽ വേറെ ശത്രുതയൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ഈ ഫൈറ്റ് അവസാനിപ്പിച്ചൂടെ? ആ ചോദ്യം രണ്ടാമത്തെ ആൾ ചോദിച്ചതും മാർക്ക് ഫെല്ലർ ഒന്ന് നിന്നു. ഇതുവരെ മാർക്കിന്റെ കൈ പതിഞ്ഞ ആളുകളൊക്കെ എണീക്കാൻ പറ്റാത്ത തറയിൽ കിടക്കുകയാണ്. മാർക്ക് 2 ആളുകളെ കൊന്നുള്ളൂ. ബാക്കി ആളുകളെ മനഃപൂർവ്വം മാർക്ക് കൊല്ലാത്തതാണെന്ന്
ആ മൈറ്റ് ലെവലുകാർക്ക് അറിയാം. അതുകൊണ്ട് കൂടിയാണ് ആ മൈറ്റ് ലെവലുകാർ ആ ശൈലിയിൽ മാർക്കിനോട് സംസാരിച്ചത്. മാർക്ക് അവരെ ഒന്ന് നോക്കി. മാർക്ക് അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കുന്ന കണ്ടതും ഹെക്ടർ ടെങ് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നിങ്ങൾ മാർക്കിനെ അറ്റാക്ക് ചെയ്യും. ഹെക്ടർ ആ ഡയലോഗ് പറഞ്ഞിട്ടും ഹെക്ടറുടെ ഡയലോഗ് ശ്രദ്ധിക്കാതെ ആ മൈറ്റ് ലെവലിലെ ആളുകൾ മാർക്ക് എന്ത് പറയുന്നു അറിയാനായി മാർക്കിന്റെ മുഖത്തേക്ക് നോക്കിയതും മാർക്ക് അവരോട് പറഞ്ഞു, ശരിയാണ്, ഞാനും നിങ്ങളും തമ്മിൽ പ്രത്യേകിച്ച് വിരോധങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊല്ലണമെന്ന് എനിക്ക് നിർബന്ധവുമില്ല. പിന്നെ നിങ്ങളായിട്ട് ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ച സ്ഥിതിക്ക് ഞാനൊരു ഡിമാൻഡ് പറയാം. മാർക്ക് പറയൂ, എന്ത് ഡിമാൻഡ് പറയാനുള്ളത്? മാർക്ക് എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്യാം. ഒരു ആവേശം പെട്ടെന്ന് ആ മൈറ്റ് ലെവലുകാർക്കുണ്ടായി. അത് കണ്ടതും ഹെക്ടർ ടെങ് അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും മാർക്കിനെ വിശ്വസിക്കരുത്, അവൻ നിങ്ങളെ പറ്റിക്കും. ഹെക്ടർ ടെങ്ങിന്റെ ആ വാക്കുകൾ ശ്രദ്ധിക്കാതെ ആ മൈറ്റ് ലെവലുകാർ വീണ്ടും മാർക്കിനോട് പറഞ്ഞു, മാർക്ക് എന്ത് കണ്ടീഷനാ പറയാനുള്ളത്? പറഞ്ഞോളൂ. വേറൊന്നുമല്ല, ഇവൻ എന്റെ ശത്രുവാണ്, ഇവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. മാർക്ക് ഫെല്ലർ അത് പറഞ്ഞതും ആ മൈറ്റ് ലെവലുകാർ ഹെക്ടറെ അങ്ങ് വളഞ്ഞു. തന്നെ ആ മൈറ്റ് ലെവലുകാർ വളയുന്ന കണ്ടതും ഹെക്ടർക്ക് അപകടം മനസ്സിലായി. ഹെക്ടർക്ക് വിഖ്യാതമായ ഒരു ടെക്നിക്ക് കൈവശമുണ്ട്. ഒരു കറുത്ത പുകയായി മാറി അവന് രക്ഷപ്പെടാൻ പറ്റും. അവൻ ആ ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പോയതും ആ മൈറ്റ് ലെവലുകാർ പെട്ടെന്ന് ആ എൻറ്റയർ ഏരിയ അങ്ങ് സീൽ ചെയ്തു. ഒരു ഡസനിലധികം വരുന്ന ആ മൈറ്റ് ലെവലുകാർ ഒന്നിച്ച് ആ ഏരിയ സീൽ ചെയ്തപ്പോൾ സീൽ ചെയ്യപ്പെട്ട ഏരിയക്കുള്ളിലായി മാർക്ക് ഫെല്ലറും ഹെക്ടർ ടെങ്ങും. ആ സീലിങ്ങിന് പുറത്ത് നിൽക്കുകയാണ് മൈറ്റ് ലെവലിലെ ആ യോദ്ധാക്കൾ. അത് കണ്ടതും മാർക്ക് മൈറ്റ് ലെവലുകാരോട് പറഞ്ഞു, ഇത് മതി, ഈ സീലിംഗ് നിങ്ങൾ പൊട്ടാതെ നോക്കുക, ഇവനെ ഞാൻ ശരിയാക്കിക്കൊള്ളാം. ഹെക്ടർ ജീവിതത്തിൽ ആദ്യമായി ശരിക്കും പെട്ടതുപോലെയായി. മാർക്കിനെ തോൽപ്പിക്കുക എന്നുള്ളത് അവന്റെ ജീവിത വ്രതമാണ്. സെൻട്രൽ പ്ലെയിനിൽ നമ്പർ 1 ആയിരുന്ന അവൻ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്ന സമയത്താണ് ഒരു ഇന്റർണൽ സ്ട്രെങ്ത് മാസ്റ്റർ മാത്രമായിരുന്ന മാർക്ക് ഫെല്ലറുമായി ഏറ്റുമുട്ടുന്നത്. അന്ന് അവൻ മാർക്കിനോട് തോറ്റു. ആ നിമിഷം മുതൽ മാർക്കിനെ പരസ്യമായി തോൽപ്പിക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടി ഹെക്ടർ കാത്തിരിക്കുകയാണ്. ഇതിനിടയിൽ 3 വർഷമാണ് കടന്നുപോയത്. മാർക്കിനെ തോൽപ്പിക്കാൻ അവൻ ഇതുവരെയും പറ്റിയിട്ടില്ല. അവന്റെ ആഗ്രഹം, സ്വപ്നം ഒക്കെ ഇതാ അവസാനിക്കാൻ പോവുകയാണ്. രക്ഷപ്പെടാൻ കഴിയാത്ത ശൈലിയിൽ അവിടെ ഒരു എനർജി ബാരിയർ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതും ആ മൈറ്റ് ലെവലുകാർ. അവരുടെ ബാരിയർ തകർത്ത് കടന്നു പോകാനുള്ള ശക്തി ഹെക്ടർ ടെങ്ങിനില്ല. ആ ബാരിയറിനകത്ത് സാക്ഷാൽ മാർക്ക് ഫെല്ലർ ഉണ്ട്. ആ ചിന്തകളൊക്കെ ഹെക്ടർ ടെങ്ങിന്റെ മനസ്സിലേക്ക് വരുമ്പോൾ മാർക്ക് ഹെക്ടർ നോക്കി ഒന്ന് ചിരിച്ചു. ഹെക്ടർ, ഇത്തരം ഒരു സാഹചര്യം നീ സ്വപ്നം കണ്ടിരുന്നില്ല എന്നെനിക്കറിയാം. ഹെക്ടർ, നീ അവസാനിക്കേണ്ട സമയമായി. അത് കേട്ടതും ഹെക്ടർ മാർക്കിനെ തൊഴുതു. മാർക്ക്, പ്ലീസ്, ദയവായി എന്നെ വെറുതെ വിടണം. മാർക്ക്, നീ പറയുന്ന ഏത് കണ്ടീഷനും ഞാൻ പാലിക്കാം. മാർക്ക്, പ്ലീസ് ദയവായി എന്നെ കൊല്ലരുത്. ഹെക്ടർ ടെങ് അത് പറയുമ്പോൾ മാർക്കിന്റെ മനസ്സിൽ കടന്നു വരുന്നത് വിന്നി ഫാങ് ആണ്. 3 കൊല്ലക്കാലമാണ് വിന്നി തികച്ചും നിർജീവ അവസ്ഥയിൽ അവിടെ ആ ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിയനിലെ ആ മരുന്ന് തുണിയിൽ കിടന്നുപോയത്. അതിന്റെ കാരണക്കാരൻ ഹെക്ടർ ടെങ് ആണ്. ഇതേ ഹെക്ടർ ടെങ് ആണ് ഗൂഷിങ്ങിന് വേണ്ടി ഷുവാങ് ടെങ്ങിന്റെ വീട്ടുകാരെ മുഴുവൻ കൊന്നൊടുക്കിയത്. പിന്നെയും എത്രയെത്ര സന്ദർഭങ്ങളിൽ മാർക്കിനെ വല്ലാതെ ചതിച്ച വ്യക്തിയാണ് ഹെക്ടർ ടെങ്. ആ ഹെക്ടറെ അവസാനിപ്പിക്കാൻ കിട്ടിയ അവസരം അതുകൊണ്ട് തന്നെ വെറുതെ കളയാൻ മാർക്ക് ഒരുക്കമല്ല. മാർക്ക് ഹെക്ടറോട് പറഞ്ഞു, ഹെക്ടർ, ഇനി ഒരു ചോദ്യവും ഉത്തരവുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലറുടെ കൈ ഒന്ന് ചുരുട്ടി മുന്നോട്ട് കുതിക്കാൻ പോയതും ഹെക്ടർ ടെങ്ങിന്റെ ബോഡി ഒന്ന് അനങ്ങി. ആ ബോഡിയുടെ അനക്കം മാർക്കും കണ്ടു. മാർക്ക് ഒന്ന് നിന്നു. ആ ഹെക്ടറുടെ ബോഡിയുടെ അനക്കവും ആ നിമിഷം നിൽക്കുകയാണ്. പെട്ടെന്ന് ഹെക്ടറുടെ ശബ്ദം മാർക്ക് കേട്ടു. മാർക്ക്, താങ്ക് യു. ഹെക്ടറുടെ ശബ്ദത്തിന് പകരം ലേശം വ്യത്യാസമുള്ള ഒരു അടഞ്ഞ ശബ്ദമാണ് മാർക്ക് കേട്ടത്. ഹെക്ടറുടെ ബോഡിക്കകത്തുള്ള ആ രണ്ടാമത്തെ ഡിവൈൻ സെൻസ് ഹെക്ടറുടെ ബോഡിയുടെ കമാൻഡ് ഏറ്റെടുത്തിരിക്കുകയാണ്. മാർക്കിന് കഥ മനസ്സിലായി. മാർക്ക് അയാളോട് പറഞ്ഞു, ഓഹോ, അങ്ങനെ നീ പുറത്തു വന്നല്ലേ, കൊള്ളാം, എനിക്ക് നീയുമായിട്ടൊന്ന് ഏറ്റുമുട്ടാൻ ഒരു അവസരം വേണമായിരുന്നു, അതാ ഇപ്പൊ കിട്ടിയത്. അങ്ങനെ മാർക്ക് പറഞ്ഞതും അയാൾ ചിരിച്ചു. മാർക്ക് ഫെല്ലർ, നിന്റെ ആഗ്രഹം സാധിച്ചു തരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ സന്ദർഭം അതിന് യോജിച്ചതല്ല. അതുകൊണ്ട് നമുക്ക് ആ ഫൈറ്റ് മറ്റൊരു അവസരത്തിലേക്ക് മാറ്റിവെക്കാം. അങ്ങനെ അയാൾ പറഞ്ഞതും ഹെക്ടർ ടെങ് ഒന്ന് പമ്പരം പോലെ കറങ്ങിയതും ഒരേ നിമിഷത്തിലാണ്. ഹെക്ടർ ടെങ് ഇങ്ങനെ പമ്പരം പോലെ കറങ്ങി ഒരു കാറ്റായി മാറി, കറുത്ത പുകയായി മാറി നേരെ ആ എനർജി ബാരിന്റെ മുകളിലേക്ക് പോകുന്നതാണ് മാർക്ക് കണ്ടത്. അവിടെ കൃത്യമായി ഒരു മേൽക്കൂരയുണ്ട്.
ആ മേൽക്കൂരയെ കടക്കാൻ ആ പുകയ്ക്ക് കഴിയുമോ ഇല്ലയോ എന്ന് മാർക്കിന് അറിയത്തുമില്ല. മാർക്ക് അമ്പരപ്പോടെ അങ്ങനെ നോക്കുമ്പോൾ ആ മേൽക്കൂര തകർത്തുകൊണ്ട് ഹെക്ടർ ടെങ്ങിന്റെ ബോഡിയിലുള്ള ആള് കടന്നുപോയി കഴിഞ്ഞു. ആ മൈറ്റി ലെവലുകാർ ആ കവറ് പിടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും അവരുടെ ശക്തിക്ക് അപ്പുറമായിരുന്നു ഹെക്ടർ ടെങ്ങിന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന ആളുടെ ശക്തി. നിമിഷ നേരം കൊണ്ട് അയാൾ ഹെക്ടറുടെ ബോഡിയുമായി അപ്രത്യക്ഷമായി. ശരിക്കും അവിടെ ഒരു സ്പേഷ്യൽ മാന്ത്രിക ഉപകരണമാണ് അയാൾ ഉപയോഗിച്ചത്. ആ മാന്ത്രിക ഉപകരണം ഒരു സ്പെല്ലിന്റെ രൂപത്തിലാണ് ഉപയോഗിച്ചത്. ആ മാന്ത്രിക ഉപകരണത്തെ ശരിക്കും ആ സ്പെല്ല് മറച്ചു പിടിക്കുകയായിരുന്നു. ആ സ്പെല്ല് ഒരു പുക പോലെ ആളുകൾക്ക് അനുഭവപ്പെട്ടപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകും മുമ്പ് ഹെക്ടറുടെ ബോഡിയുമായി അയാൾ കടക്കുകയായിരുന്നു. അത് കണ്ടതും ആ മൈറ്റ് ലെവലുകാർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് സോറി, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിന് മറുപടിയായി മാർക്ക് അവരോട് പറഞ്ഞു, ഹേയ് അത് വിട്ടുകള, അവനെ നമുക്ക് പിന്നീട് കിട്ടും. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാവരും ഹെവൻലി ഗേറ്റിലേക്ക് ചെല്ലും, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. മാർക്ക് ഞങ്ങൾക്ക് പേടിക്കണ്ട, നിങ്ങളെ കൊല്ലില്ല എന്ന് വാക്ക് നൽകിയത് ഞാനാണ്, ആ വാക്ക് ഞാൻ പാലിക്കും, നിങ്ങൾ എനിക്ക് വേണ്ടി ഹെവൻലി ഗേറ്റിൽ വെയിറ്റ് ചെയ്യും. അങ്ങനെ മാർക്ക് പറഞ്ഞതും ആ മൈറ്റ് ലെവലുകാർ താഴെ വീണ് കിടക്കുന്ന ബാക്കി മൈറ്റ് ലെവലുകാരെയൊക്കെ എണീപ്പിച്ച് അവരുമായിട്ട് ഹെവൻലി ഗേറ്റിലേക്ക് നീങ്ങി. ഈ സമയത്ത് മാർക്ക് ഫെല്ലർ നടന്ന് ലാരി ഹോംസിന്റെ അടുത്തെത്തി. ലാരി ഹോംസിന്റെ അടുത്തെത്തിയ മാർക്ക് ലാരി ഹോംസിനോട് പറഞ്ഞു, കമാൻഡർ ഹോംസ്, അങ്ങക്ക് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ്. അങ്ങ് എത്രയും പെട്ടെന്ന് ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിയിലേക്ക് ചെല്ലണം. അവിടെ അങ്ങ് ചികിത്സയ്ക്ക് വിധേയനാകണം. എനിക്ക് വേറെ ചില കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അത് കേട്ടതും ലാരി ഹോംസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് താങ്ക് യു, നീ ഈ നാടിനെ രക്ഷിച്ചു. ലാരി ഹോംസിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നും വിഷയമല്ല, രാജ്യമാണ് അയാൾക്കെല്ലാം. രാജ്യത്തെ ജനങ്ങൾക്കും സ്വത്തിനും എന്തെങ്കിലും സംഭവിക്കുന്നത് അനുവദിച്ചു കൊടുക്കാൻ അയാൾക്ക് പറ്റില്ല. ശരിക്കും ഒരു അടിയുറച്ച ജനാധിപത്യ വിശ്വാസി കൂടിയായ ലാരി ഹോംസ് മാർക്കിനോട് ചോദിച്ചു, മാർക്ക് എന്തായി പോയ കാര്യം? കമാൻഡർ, അതുമായി ബന്ധിപ്പിച്ച് കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, ഞാൻ പിന്നീട് അവസരത്തിൽ പറയാം, ഇപ്പോ ഞാൻ വേറെ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ നടന്നെത്തിയത് സാക്ഷാൽ സ്കൈ ബ്ലഡ് റെയിൻബോയുടെ അടുത്താണ്. സ്കൈ ബ്ലഡ് റെയിൻബോ എന്ന ആ ചോറസിന് എണീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അവന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ്. സത്യത്തിൽ മാർക്ക് അവന്റെ പുറത്ത് തൊട്ടിട്ടേയില്ല. മാർക്കിന്റെ കൈ സൃഷ്ടിച്ച കാറ്റ് ഒരു കൊടുങ്കാറ്റ് പോലെ അവന്റെ പുറത്തുനിന്ന് ഇടിച്ചതാണ്. ആ ഇടിയിൽ അവൻ തെറിച്ചു പോകുമ്പോൾ ചെന്ന് ഇടിച്ചത് ഒരു വലിയ പാറയിലാണ്. ആ പാറയിൽ ഇടിച്ചത് കൊണ്ടാണോ മാർക്ക് സൃഷ്ടിച്ച കൊടുങ്കാറ്റ് അവന്റെ പുറത്ത് ഇടിച്ചതാണോ പ്രശ്നം അറിയത്തില്ല. അവനിപ്പോ നല്ല പരിക്കുണ്ട്. അവന്റെ വായിന്ന് പുറത്തേക്ക് ഒഴുകിയ രക്തം അവിടെ തളം കെട്ടി കിടപ്പുണ്ട്. ഗുരുതരമായി അവന് പരിക്കേറ്റിരിക്കുന്നത് വ്യക്തമാണ്. മാർക്ക് അവനെ പിടിച്ചെണീപ്പിച്ചു. ടോറസ്, നിനക്ക് ഞാൻ പലതവണ വാണിംഗ് നൽകിയതാണ്, നീ അതൊക്കെ അവഗണിച്ചാണ് വീണ്ടും ഇവിടെ എത്തിയത്. മാർക്ക് പറഞ്ഞുകൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് സ്കൈ ബ്ലഡ് റെയിൻബോയ്ക്ക് വ്യക്തമായ അറിവുണ്ട്. മാർക്ക് അവനെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അത് മനസ്സിലാക്കിയ സ്കൈ ബ്ലഡ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് പ്ലീസ് എന്നെ കൊല്ലരുത്, ദയവായി എന്നെ കൊല്ലരുത്. മാർക്ക്, ഞാൻ മാർക്കിനെ എങ്ങനെ വേണമെങ്കിലും സഹായിക്കാം. ഹേയ് ടോറസ്, നിന്റെ സഹായമൊന്നും എനിക്ക് വേണ്ട. മാർക്ക് അങ്ങനെ പറയരുത്. ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷനുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അങ്ങനെ ടോറസ് പറഞ്ഞതും മാർക്ക് ടോറസിനോട് ചോദിച്ചു, നിന്നെ കൂടാതെ ഒരാൾ കൂടി ഇവിടെ ഈ ന്യൂ സെലസ്റ്ററിൽ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷന്റെ ഭാഗമായി ഉണ്ടല്ലേ? മാർക്ക് ആ ചോദ്യം ചോദിച്ചപ്പോൾ ടോറസ് ഒന്ന് ഞെട്ടി. അവന്റെ മുഖത്തുണ്ടായ ഞെട്ടൽ അവന് ഒളിക്കാൻ പറ്റിയില്ല. മാർക്ക് ടോറസിന്റെ കഴുത്തിൽ ഒന്ന് പിടിച്ചു. ടോറസ്, ആരാണ് ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷന്റെ ആ ആള്? മാർക്ക്, അത് ഞാൻ പറയാൻ പാടില്ല. ടോറസ്, ഞാൻ ഈ കൈ ഒന്ന് ഞെരിച്ചാൽ അവിടെ നീ അവസാനിക്കും. മാർക്ക് എന്നെ കൊന്നാലും എനിക്കത് പറയാൻ പറ്റില്ല, ഞാനത് പറയാൻ പാടില്ല. മാർക്ക്, പക്ഷെ ഞാൻ ആ ആളെ കണ്ടുപിടിക്കാൻ മാർക്കിനെ സഹായിക്കാം. ആ ആളിന്റെ ബാക്കി ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്കറിയില്ല, ഞാൻ സഹായിക്കാം മാർക്കിനെ. അങ്ങനെ സ്കൈ ബ്ലഡ് റെയിൻബോ ടോറസ് പറഞ്ഞതും മാർക്ക് കഴുത്തിൽ നിന്ന് കൈയെടുത്തിട്ട് അവന്റെ രണ്ട് കൈയിലും ഒന്ന് പിടിച്ചു. അടുത്ത നിമിഷത്തിൽ നമ്മൾ കേൾക്കുന്നത് ക്ലിങ് എന്ന ശബ്ദമാണ്. അതും 2 തവണ. ടോറസിന്റെ 2 കൈയും തൽഫലമായി ഒടിഞ്ഞു. കൈ ഒടിഞ്ഞതും ആ കൈയിലേക്ക് നോക്കി വേദന കൊണ്ട് പൊളയുന്ന ടോറസിന്റെ 2 കാലും മാർക്ക് ചവിട്ടി ഓടിച്ചു. അതിനുശേഷം മാർക്ക് അവനെ തൂക്കിയെടുത്ത് മാർക്കിന്റെ മാന്ത്രിക നിലവറിലേക്ക് മാറ്റി. മാന്ത്രിക നിലവറിലേക്ക് ടോറസിനെ മാറ്റിയതിനു ശേഷമാണ് മാർക്ക് ഹെവൻലി ഗേറ്റിലെത്തുന്നത്. മാർക്ക് ഹെവൻലി ഗേറ്റിലെത്തുമ്പോൾ മാർക്കിനെ കാത്തിരിക്കുകയാണ് ആ മൈറ്റ് ലെവലിലെ മാർഷൽ ആർട്ടിസ്റ്റുകൾ. മാർക്കിനെ കണ്ടതും അവരെല്ലാവരും മാർക്കിനെ തൊഴുകയാണ്. മാർക്കിനേക്കാൾ മുകളിലത്തെ ലെവലിലുള്ള ആളുകളാണ് അവരെങ്കിലും മാർക്കിന് അവരെ ഈസിയായി കൊല്ലാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം അവർക്കിപ്പോൾ അറിയാം.
അതുകൊണ്ട് തന്നെ ഒരു ഭയം അവരിൽ ദൃശ്യമാണ്. തൊഴുതുകൊണ്ട് അവർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് പ്ലീസ് ഞങ്ങളെ കൊല്ലരുത്. ഹേയ് ഭയപ്പെടേണ്ട, നിങ്ങൾ ഞാൻ കൊല്ലില്ല എന്ന് പറഞ്ഞത് വാസ്തവമാണ്. മാർക്ക് അവരെ കൊല്ലില്ല എന്ന് കേട്ടപ്പോഴാണ് ആ മൈറ്റി ലെവൽ യോദ്ധാക്കൾക്ക് ഒരു ആശ്വാസം ഉണ്ടായത്. അവര് തൊഴുകയോടെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഞങ്ങൾക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചിരുന്നതും ആ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയാണ്. ഞങ്ങൾക്ക് ഹോളി റീജിയനിലേക്ക് പോകണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഗാർഡിയൻ ഹോളി റീജിയനും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് സകല ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമുകളും സീൽ ചെയ്തതോടുകൂടി ഹോളി റീജിയനിലേക്കുള്ള യാത്ര പൂർണ്ണമായും മുടങ്ങിയായിരുന്നു. ഇപ്പോൾ ആ സീലുകളൊക്കെ പൊട്ടി എല്ലാ പ്ലാറ്റ്ഫോമുകളും ആക്റ്റീവ് ആയിട്ടുണ്ട്. ആ കാര്യം ആ മൈറ്റി ലെവലുകാർക്ക് അറിയാം. പക്ഷെ ആ പ്ലാറ്റ്ഫോം വഴി എങ്ങനെയാണ് ഹോളി റീജിയനിലേക്ക് പോകേണ്ടതുള്ള കാര്യമാണ് അവർക്ക് അറിഞ്ഞുകൂടാത്തത്. ഹോളി റീജിയനിലേക്ക് പോകാൻ ആഗ്രഹത്തോടെ അവരിയ്ക്കുമ്പോഴാണ് മാർക്കിന്റെ ഹെവൻലി ഗേറ്റിൽ വന്ന ഹോളി റീജിയനിലെ 2 ആളുകൾ ഇവിടെ നിന്ന് 30 ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതറിഞ്ഞ നിമിഷം മുതൽ അവർ ശരിക്കും പെട്ടതുപോലെയായിരുന്നു. ഗൂഷിങ്ങുമായി കൂടിച്ചേർന്ന് മാർക്കിനെ വകവരുത്താനായി അവർ മാർക്കിനെ ഒരുപാട് തിരക്കിയ ആളുകളാണ്. മാർക്കിനെ അവർ തിരക്കി നടന്നതുകൊണ്ട് തന്നെ മാർക്ക് ഗൂഷിങ്ങിനെ വധിച്ചു കഴിഞ്ഞ സമയത്ത് മാർക്കിന്റെ അടുത്തേക്ക് വരാൻ അവർക്കൊരു മടിയുണ്ടായിരുന്നു. ആ മടിയാണ് അവിടെ നടന്ന ആ റിക്രൂട്ട്മെന്റ് റാലിയിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയത്. അവർ ആ കാര്യങ്ങളൊക്കെ മാർക്കിനോട് പറഞ്ഞിട്ട് മാർക്കിനോടായി പറഞ്ഞു, മാർക്ക് ഞങ്ങളെ സഹായിക്കണം. മാർക്കിന് അറിയാവുന്ന കാര്യങ്ങളാണ് അവർ മാർക്കുമായി പങ്കുവച്ചത്. അത് കേട്ടതും മാർക്ക് അവരോട് പറഞ്ഞു, ഈ ഭൂമിയിൽ നിന്ന് ഹോളി റീജിയനിലേക്ക് പോകാൻ 18 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. നിങ്ങൾക്കും ആ കാര്യം അറിയാവുന്ന എനിക്കറിയാം. ആ പ്ലാറ്റ്ഫോമുകൾ എവിടെയൊക്കെയാണ് ഉള്ളതെന്നുള്ള വിവരം ഞാൻ നിങ്ങൾക്ക് തരാം. ശരിക്കും അത് ആ മൈറ്റി ലെവലുകാരെ അമ്പരപ്പിച്ചു. അവര് ഗൂഷിങ് പറഞ്ഞതനുസരിച്ച് ആ പ്ലാറ്റ്ഫോമുകൾ കണ്ടുപിടിക്കാനായി ലോകം മുഴുവൻ അലഞ്ഞ ആളുകളാണ്. ആ പ്ലാറ്റ്ഫോമുള്ള ഏരിയകളുടെ ഏകദേശ വിവരമൊക്കെ അവർക്ക് കിട്ടിയെങ്കിലും അവർക്ക് ഒരു പ്ലാറ്റ്ഫോം യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നില്ല. മാർക്ക് ഇത് ആ പ്ലാറ്റ്ഫോം ഉള്ള എക്സാക്ട് സ്ഥലങ്ങൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാന്നാണ് പറയുന്നത്. മാർക്ക് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമുകൾക്ക് കാവൽ നിൽക്കണം. ഈ പ്ലാറ്റ്ഫോമുകൾ വഴി മാത്രമേ ഹോളി റീജിയനിലുള്ള ആളുകൾക്ക് ഭൂമിയിൽ നിന്ന് ആളുകളെ കൊണ്ടുപോകാൻ പറ്റൂ. ഭൂമിയിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യാനായി ഹോളി റീജിയനിലെ ആളുകൾ ഈ പ്ലാറ്റ്ഫോം വഴി വരുമ്പോൾ ആദ്യം അറിയേണ്ടത് നിങ്ങളാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അവരെ നമ്മുടെ ഈ ഹെവൻലി ഗേറ്റിലേക്ക് കൊണ്ടുവന്ന് അവരെ ഉപയോഗിച്ച് നമ്മുടെ എല്ലാവരെയും റിക്രൂട്ട് ചെയ്യിക്കാൻ പറ്റൂ. മാർക്ക് പറഞ്ഞ പ്ലാൻ വളരെ വ്യക്തമാണ്. ഈ 18 പ്ലാറ്റ്ഫോമുകളും കൃത്യമായി നിരീക്ഷിക്കുകയാണെങ്കിൽ ആര് ഭൂമിയിലേക്ക് റിക്രൂട്ട്മെന്റ് വന്നാലും ആദ്യം അറിയുന്നത് ഈ ടീമായിരിക്കും. അങ്ങനെ വന്നാൽ ഉറപ്പായും അവരെ സ്വാധീനിച്ച് അവരെ കൊണ്ട് റിക്രൂട്ട് ചെയ്യിപ്പിക്കാൻ എളുപ്പമാണ്. മാർക്ക് പറഞ്ഞു നിർത്തിയതും ആ മൈറ്റി ലെവലുകാർ പറഞ്ഞു, മാർക്ക് ഇനി ഞങ്ങൾ സമയം കളയുന്നില്ല, എവിടെയാണ് ഞങ്ങൾ പോകേണ്ടത് മാത്രം പറഞ്ഞാൽ മതി. അത് കേട്ടതും മാർക്ക് ഫെല്ലർ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ 18 പ്ലാറ്റ്ഫോമുകളുടെ ലിസ്റ്റ് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. എന്നിട്ട് ഓരോ ആളിനും ഓരോ സ്ഥലം വീതം അലോട്ട് ചെയ്ത് കൊടുത്തു. 18 മൈറ്റി ലെവൽ ആളുകൾക്ക് 18 സ്ഥലങ്ങൾ, ബാക്കിയുള്ള 4 പേർ ഈ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്ന ആളുകളായി കൂടെ ഉണ്ടാകണം. അങ്ങനെ ഒരു നിർദ്ദേശമാണ് മാർക്ക് കൊടുത്തത്. മാർക്കിന്റെ നിർദ്ദേശം കിട്ടിയതും ആ 22 മൈറ്റി ലെവലുകാരും മാർക്കിനോട് യാത്ര പറഞ്ഞ് അവിടെ ഡ്യൂട്ടി ചെയ്യാനായി അതാത് സ്ഥലങ്ങളിലേക്ക് നീങ്ങി. 24 മൈറ്റി ലെവലുകാരാണ് ഹോളി ഗേറ്റിൽ രാവിലെ എത്തിയത്. 2 ആളുകൾ മാർക്കിന്റെ കൈയാൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ബാക്കിയുള്ള 22 പേരും ഇപ്പൊ ഇതാ മാർക്കിനെ അനുകൂലിക്കുന്ന ആളുകളായി മാറി. ആ ആളുകളൊക്കെ പോയി കഴിഞ്ഞതും മാർക്ക് ആ ഹെവൻലി ഗേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഹെവൻലി ഗേറ്റിൽ ഉണ്ടായിരുന്ന ലിറ്റിൽ ക്യൂനെയും വിന്നി ഫാങ്ങും നീൽ ഫ്ലെമിങ്ങും ഒക്കെ ഹെവൻലി റീജിയനിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാർക്കിന് അവിടെ സംസാരിക്കാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. അവിടെയുള്ള മുഴുവൻ ആളുകളും മാർക്കിന്റെ ശിഷ്യന്മാരാണെങ്കിലും മാർക്കുമായി ആത്മബന്ധമുള്ള ആളുകളുടെ എണ്ണം അവിടെ കുറവാണ്. മാർക്ക് അതുകൊണ്ട് തന്നെ അവരോടൊന്നും സംസാരിക്കാതെ ആ സ്പിരിച്വൽ സ്പ്രിംഗ് ഉള്ള ഭാഗത്തേക്ക് പതുക്കെ നടന്നു. അതുവഴി മാർക്കിന് ഹെവൻലി ഗേറ്റിനകത്തുള്ള മിസ്റ്റിക് വേൾഡിനകത്തേക്ക് അടക്കാം. ഇപ്പോൾ മിസ്റ്റിക് വേൾഡ് ഒന്നും മാർക്കിനെ ആകർഷിക്കുന്ന ഘടകമേ അല്ല. മിസ്റ്റിക് വേൾഡുള്ള ഭാഗത്തേക്ക് നടന്നു വരുന്ന മാർക്കിന്റെ മൊബൈൽ ഫോൺ പെട്ടെന്ന് ഒന്ന് റിംഗ് ചെയ്തു. ഫോൺ അടിക്കുന്ന കേട്ട് മാർക്ക് ആ ഫോണിലേക്ക് നോക്കി. ആൻഡി എന്ന് മാർക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പേരിൽ നിന്നാണ് കോൾ വരുന്നത്. അത് കണ്ടതും മാർക്ക് പെട്ടെന്ന് കോൾ എടുത്തു. ആൻഡി, വിവരമെല്ലാം കിട്ടിയോ? ഏയ് മാർക്ക്, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. നീ ഇപ്പൊ എവിടെയുണ്ട്? ഞാനിവിടെ കാൻസസ് സിറ്റിയിലാണ്. മാർക്ക്, എത്രയും പെട്ടെന്ന് നീ ഈ റെയിൻബോ വില്ലേജിലേക്ക് വരണം. നിന്റെ അമ്മ എവിടെയുണ്ടെന്നുള്ള വിവരം എനിക്കിപ്പോൾ അറിയാം. ആ വിവരം കേട്ടതും മാർക്ക് അവന്റെ ആന്റിയോട് പറഞ്ഞു, ആന്റി ഞാൻ ഇപ്പൊ തന്നെ എത്താം. മാർക്ക് ആ റെയിൻബോ വില്ലേജിൽ വെച്ച് പരിചയപ്പെട്ട ആ സ്ത്രീയുടെ നമ്പർ വാങ്ങിക്കൊണ്ടാണ് മാർക്ക് വന്നത്. അവരുടെ നമ്പർ മാർക്ക് സേവ് ചെയ്ത് ആന്റി എന്നാണ്. മാർക്കിന്റെ അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീയാണ് ആ ലേഡി.
അവര് ആ കാര്യങ്ങളൊക്കെ മാർക്കിനോട് പറഞ്ഞിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ മാർക്ക് ഫെല്ലർ റെയിൻബോ വില്ലേജിൽ മടങ്ങിയെത്തി. റെയിൻബോ വില്ലേജിൽ മാർക്ക് എത്തുമ്പോൾ മാർക്കിനെ കാത്തു നിൽക്കുകയാണ് ആ സ്ത്രീ. മാർക്കിനെ കണ്ടതും അവർ പറഞ്ഞു, മാർക്ക്, നിന്റെ അമ്മ അതിർത്തിക്ക് അപ്പുറത്ത് ഒരു ടൗണിൽ ഉണ്ടെന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ എൻ്റെ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് ആ വിവരം അറിഞ്ഞത്. നമുക്ക് അങ്ങോട്ട് പോയാലോ? ആന്റി, എന്നാ ഉടനെ പോവാം. മാർക്ക് ഫെല്ലറും ആ സ്ത്രീയും റെയിൻബോ വില്ലേജിൽ നിന്ന് ഉടൻ പൈറോയുടെ അതിർത്തി ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. അതിർത്തി ഗ്രാമത്തിലേക്കുള്ള അവരുടെ യാത്രക്കിടയിൽ ആ സ്ത്രീ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എൻ്റെ പേര് മെങ്കെന്നാണ്. ഞാൻ നിന്റെ അമ്മയുടെ ഉറ്റ സുഹൃത്തായിരുന്നു. നിന്റെ അമ്മ ഇവിടെ ഈ റെയിൻബോ വില്ലേജിൽ എത്തി അധിക നാൾ കഴിയുമ്പോൾ തന്നെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ഹൃദയം കീഴടക്കിയ ആളാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ ആ കാര്യം നിന്നോട് പറഞ്ഞതാണല്ലോ. അവന്റെ അമ്മ ഫെലീന മാർക്ക് അതിപ്രശസ്തയായ ഒരു ഡോക്ടറായിരുന്നു എന്നുള്ള കാര്യം മാർക്കിനോട് അവര് കഴിഞ്ഞ തവണ പറഞ്ഞതാണ്. ആ കാര്യങ്ങൾ തന്നെ അവരൊരിക്കൽ കൂടി പറഞ്ഞതിന് ശേഷം മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ അമ്മയുടെ പ്രശസ്തി കണ്ടിട്ടാണോ അതോ നിന്റെ അമ്മയെക്കുറിച്ച് കേട്ടിട്ടാണോ എന്ന് അറിയില്ല. ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമത്തിൽ വന്നു. നിന്റെ അമ്മയും ആ ചെറുപ്പക്കാരനും തമ്മിൽ ശരിക്കും അങ്ങ് ഇഷ്ടത്തിലായി. ആ ചെറുപ്പക്കാരനെ കണ്ടാൽ ആരും ഒന്ന് നോക്കി നിന്നു പോകും. നല്ല പൊക്കമുള്ള സുമുഖനായ വെള്ള തലമുടിയുള്ള ആ ചെറുപ്പക്കാരൻ ഒരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. ആരും അയാളെ നോക്കി നിന്നു പോകും. അയാൾ ശരിക്കും ശക്തനായിരുന്നു. അയാളുടെ ആ സൗന്ദര്യവും സംഭാഷണ ചാതുര്യവും ശക്തിയും ഒക്കെ നിന്റെ അമ്മയെ സ്വാധീനിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തൻ്റെ അച്ഛനെ കുറിച്ചാണ് മെങ് സംസാരിക്കുന്നതെന്ന് അത് കേട്ടപ്പോൾ മാർക്കിന് മനസ്സിലായി. മാർക്ക്, നിന്റെ അമ്മ ഗർഭിണിയായി അധിക നാൾ കഴിയുമ്പോൾ തന്നെ നിന്റെ അച്ഛൻ എങ്ങോട്ടോ പോവുകയായിരുന്നു. നിന്റെ അച്ഛൻ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ നിന്റെ അച്ഛൻ വന്നിട്ടില്ല എന്നതാണ് സത്യം. ഗാർഡിയൻ ഒരു യാത്രക്കിടയിൽ യാദൃശ്യവശാൽ ആ ലേഡി ഡോക്ടറെ കണ്ട് ഇഷ്ടപ്പെട്ടതാണോ അതോ ആ ലേഡി ഡോക്ടറുടെ അടുത്തേക്ക് ആ ഗാർഡിയൻ എത്തിയതാണോ? ആ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ മെങ്ങിന് അറിയില്ല. മാർക്കിന്റെ മനസ്സിൽ വേറെ ചില കാര്യങ്ങളൊക്കെ ആ സമയത്ത് കടന്നു വരികയാണ്. ഓൾഡ് മാസ്റ്റർ സെബാസ്റ്റ്യൻ ബ്ലാക്കിനോട് അവന്റെ അച്ഛൻ മാർക്ക് ജനിക്കുന്നതിനും ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവചനം നടത്തിയിട്ടുണ്ടായിരുന്നു. സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ മകന്റെ മകളും ഗാർഡിയന്റെ മകനും തമ്മിൽ വിവാഹം കഴിക്കുമെന്നും ആ വിവാഹം സ്വർഗത്തിൽ തീരുമാനിച്ചതാണെന്നൊക്കെയാണ് അന്നേ ഗാർഡിയൻ സെബാസ്റ്റ്യൻ ബ്ലാക്കിനോട് പറഞ്ഞത്. അത് ഓർമ്മയുള്ളത് കൊണ്ടാണ് എമിലി ബ്ലാക്കിനെ വിവാഹപ്രായമായപ്പോൾ സെബാസ്റ്റ്യൻ ബ്ലാക്ക് എമിലിയെ ന്യൂ സെറസിൽ നിന്ന് മിഡിൽ സിറ്റിയിലേക്ക് അയക്കുന്നത്. മിഡിൽ സിറ്റിയിലെത്തിയ എമിലി അവിടെ വെച്ച് മാർക്കിനെ കാണുന്നതും പിന്നീട് മാർക്കിനുണ്ടായ മാറ്റങ്ങളൊക്കെ ഇപ്പോൾ മാർക്കിന് ഓർമ്മയുണ്ട്. 3 കൊല്ലത്തെ പ്രക്ഷുബ്ധമായ ചരിത്രമാണ് മാർക്കിനുള്ളത്. ഇപ്പോഴും മാർക്കിന് മനസ്സിലാക്കാത്ത കാര്യം അതാണ്. ലേഡി ബുദ്ധ എന്ന് വിളിക്കപ്പെട്ട ഫെലീന മാർക്കിൽ ഗാർഡിയന് ഉണ്ടാകുന്ന പുത്രന് മാത്രമേ എമിലി ബ്ലാക്കിനെ വിവാഹം കഴിക്കാൻ പറ്റൂ. വേറെ ഏതെങ്കിലും സ്ത്രീയിൽ അവന്റെ അച്ഛന് കുട്ടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ കുട്ടിക്ക് എമിലിയെ വിവാഹം കഴിക്കാൻ കഴിയുമായിരുന്നില്ലേ? ഒരുപാട് ചോദ്യങ്ങൾ മാർക്കിന്റെ മനസ്സിലേക്ക് വരികയാണ്. എന്തൊക്കെയോ ബന്ധങ്ങൾ ഇവിടെ ഉണ്ട്. മാർക്ക് അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നേരം പരപരാ വെളുത്തു. അവരുടെ വാഹനം അതിർത്തി കടന്ന് ഒരു സിറ്റിയിലെത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു സിറ്റിയിലേക്കാണ് അവരെത്തിയിരിക്കുന്നത്. ആ സിറ്റിയുടെ 3 ഭാഗത്തുകൂടി 3 റോഡുകൾ പോവുകയാണ്. ശരിക്കും ത്രികോണാകൃതിയിലാണ് ആ സിറ്റി. ആ സിറ്റിക്ക് അതുകൊണ്ട് തന്നെ ഒരു വിളിപ്പേരുമുണ്ട്, ട്രയാങ്കിൾ സിറ്റി. മാർക്ക് ഫെല്ലർ മെങ് എന്ന വിളിപ്പേരുള്ള ആ സ്ത്രീയുമായി ഒരു ബിൽഡിങ്ങിലെത്തി. മാർക്കിനെയും കൊണ്ട് ആ സ്ത്രീ ആ ബിൽഡിങ്ങിനകത്തേക്ക് കടന്നു. ആ ബിൽഡിങ്ങിനകത്തേക്ക് കടന്നതും ആ സ്ത്രീ മാർക്കിനെയും കൊണ്ട് ഒരു ഹാളിലെത്തി. അവിടെ അവരെ കാത്ത് ഒരാൾ ഇരിക്കുകയാണ്. ലോർഡ്, അങ്ങ് പറഞ്ഞത് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ സ്ത്രീ അങ്ങനെ പറഞ്ഞിട്ട് ആ ആളെ അങ്ങ് വഴങ്ങി. അവിടെ ഒരു പിയാനോയിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ആള് ശബ്ദം കേട്ട് ഒന്ന് തിരിഞ്ഞ് ലേഡി മെങ്ങിനെയും അതിനുശേഷം മാർക്കിനെ ഒന്ന് നോക്കി. അയാൾ മാർക്കിനെ ഒന്ന് സ്കാൻ ചെയ്യുകയാണ്. ഹേയ്, ഇതിപ്പോ എന്താ പറയേണ്ടത്? അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ആ സീറ്റിൽ നിന്നിട്ട് മാർക്കിനടുത്തേക്ക് നടന്നു വരികയാണ്. ഏയ്, നിന്നെ കണ്ടാൽ ലേഡി ബുദ്ധയെ പറിച്ചു വെച്ചതുപോലെ ഉണ്ടല്ലോ. തന്റെ അമ്മയെക്കുറിച്ചാണ് ആ മനുഷ്യൻ പറയുന്നതെന്ന് അത് കേട്ടപ്പോൾ മാർക്കിന് മനസ്സിലായി. മാർക്ക് അയാളോട് ചോദിച്ചു, അല്ല, എന്റെ അമ്മ എവിടെയാ ഉള്ള? ഏയ് മാർക്ക്, ധൃതി വെക്കാതെ, നിന്റെ അമ്മ ഉള്ള സ്ഥലത്തേക്ക് നിന്നെയും കൊണ്ടുപോകാൻ ഞാൻ ഏർപ്പാടാക്കാം. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ കൈയൊന്ന് ഞൊടിച്ചതും 2 ചെറുപ്പക്കാർ അവിടേക്ക് വന്നു. അവരെ കണ്ടാൽ തന്നെ അറിയാം മാർഷൽ ആർട്ടിസ്റ്റുകളാണ് അവരന്ന്. ആ വന്ന ആളുകൾ നടന്ന് മാർക്കിന്റെ പുറകിലോട്ട് വന്നു. മാർക്കിന്റെ അടുത്തേക്ക് വന്ന അവർ പെട്ടെന്ന് മാർക്കിന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് മാർക്കിന്റെ കൈ ഇങ്ങ് ബന്ധിച്ചു.
മാർക്കിന്റെ കയ്യിൽ അവർ പെട്ടെന്ന് വിലങ്ങിട്ടു. മാർക്കിന്റെ കൈ രണ്ടും പുറകോട്ട് പിടിച്ചു വെച്ച് വിലങ്ങിട്ടപ്പോ മാർക്ക് കൗതുകത്തോടെ മുന്നിൽ നിൽക്കുന്ന ആളൊന്ന് നോക്കി. ഏയ്, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? അതിന് മറുപടി പറഞ്ഞത് മെങ്ങാണ്. ഏയ് മാർക്ക് ഫെല്ലർ, നിന്നെ ഞാനിവിടെ വരുത്തിയതാണ്. നിന്റെ അമ്മയ്ക്ക് കയോട്ടിക് ബോഡിയാ ഉള്ളത്. ആ കയോട്ടിക് ബോഡിയും അതേ സൗന്ദര്യവും അതേ കഴിവുകളൊക്കെ നിനക്കും കിട്ടിയിരിക്കുകയാണ്. ഈ ഭൂമിയിൽ കയോട്ടിക് ബോഡിയുള്ള രണ്ടാമത്തെ മനുഷ്യൻ അങ്ങനെ നീയാണ്. നിന്റെ ഈ കയോട്ടിക് ബോഡി ഞങ്ങൾക്ക് വേണം. ആ മെങ്ങിന്റെ ശബ്ദവും ഭാവവും ഒക്കെ ശരിക്കൊന്ന് മാറി. റെയിൻബോ വില്ലേജിൽ നിന്ന് ഇവിടേക്ക് എത്തുന്നവരെ അവര് പുലർത്തിയിരുന്ന ഭാവമല്ല ഇപ്പോൾ അവർക്കുള്ളത്. അവരൊരു സംഭവമാണെന്ന ശൈലിയിലാണ് പെരുമാറുന്നത്. മാർക്ക് അമ്പരപ്പോഴെ ആ സ്ത്രീയോട് ചോദിച്ചു, ആന്റി ആന്റി എന്തായി പറയുന്നത്? മാർക്ക്, നീ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട. ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചാൽ നിനക്ക് നിന്റെ ജീവനെങ്കിലും ബാക്കി കിട്ടും. മാർക്ക് ഫെല്ലറുടെ ബോഡിയിൽ സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ മാർക്ക് ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്നുള്ള കാര്യം ശരിക്കും അങ്ങോട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല. ഈ റെയിൻബോ വില്ലേജ് ഒരു ഒറ്റപ്പെട്ട വില്ലേജ് ആയതുകൊണ്ട് തന്നെ പൈറോയ്ക്കുള്ളിൽ മാർക്ക് ഫെല്ലർ എന്ന വ്യക്തി ഉണ്ടാക്കിയ ആ വളർച്ച അവര് ശ്രദ്ധിച്ചിട്ടുമില്ല. ആ റെയിൻബോ വില്ലേജിൽ മാർഷൽ ആർട്ടിസ്റ്റുകൾ തീരെയില്ല. മാർഷൽ ആർട്ടിസ്റ്റുകൾ ഉള്ള സ്ഥലത്ത് മാത്രമാണ് അതുമായി ബന്ധിപ്പിച്ച വാർത്തകൾക്ക് പ്രചാരം ഉണ്ടാകുക. ഒരു സാധാരണ ഗ്രാമമാണ് ഈ റെയിൻബോ വില്ലേജ്. പക്ഷെ ഇവിടെ ഈ ട്രയാങ്കിൾ സിറ്റിയിൽ മാർഷൽ ആർട്ടിസ്റ്റുകൾ ഉണ്ട്. അവരിൽ പലരും മാർക്ക് ഫെല്ലർ എന്നൊക്കെ കേട്ടിട്ടുമുണ്ട്. ആ മാർക്ക് ഫെല്ലർ ഒരു സംഭവമാണെന്നുള്ള കാര്യം അവർക്കറിയാം. പക്ഷെ ഇവിടെ നിൽക്കുന്ന ആള് അതല്ലല്ലോ, ഇത് സാധാ മാർക്ക് ഫെല്ലർ അല്ലേ? അങ്ങനെ ചിന്ത ആ രണ്ട് മാർഷൽ ആർട്ടിസ്റ്റുകൾക്കുണ്ട്. അവർ രണ്ടുപേരും ഹാസ്റ്റ് ഓഫ് മാർഷൽ സെയിന്റുകളാണ്. മാർഷൽ സെയിന്റ് ആയിട്ട് പോലുമില്ല അവർ. രണ്ട് ഹാസ്റ്റ് ഓഫ് മാർഷൽ സെയിന്റുകളുടെ അടുത്ത് ഒരു സാധാരണ മാർഷൽ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും പിടിച്ചിരിക്കില്ലല്ലോ. മാർക്ക് ഫെല്ലർ മുമ്പ് നിൽക്കുന്ന ആളോട് ചോദിച്ചു, ഏയ് എന്റെ അമ്മ എവിടെയുണ്ട്? ഏയ് മാർക്ക്, ആ ചോദ്യം നീ ഞങ്ങളോട് ചോദിക്കണ്ട. ഞങ്ങൾ പറയുന്ന കാര്യം നീ അങ്ങ് ചെയ്താൽ മതി. അങ്ങനെ ആ ആള് പറഞ്ഞതും മാർക്ക് ഫെല്ലർ കൈ ഒന്ന് അനക്കിയതും ഒരേ നിമിഷത്തിലാണ്. ആ നിമിഷത്തിൽ മാർക്കിനെ ബന്ധിച്ചിരുന്ന ആ വിലങ്ങ് ചിതറി അങ്ങ് തെറിച്ചു. അടുത്ത നിമിഷത്തിൽ ആ മുന്നിൽ നിൽക്കുന്ന ആളും മെങ്ങും അമ്പരപ്പിക്കുന്ന ആ കാഴ്ച കണ്ടു. മാർക്ക് ഫെല്ലറുടെ ഇടതുവശത്തും വലതുവശത്തും ഉണ്ടായിരുന്ന ആ രണ്ട് മാർഷൽ ആർട്ടിസ്റ്റുകളെയും ഹാസ്റ്റ് ഓഫ് മാർഷൽ സെയിന്റുകളെയും മാർക്ക് മുന്നോട്ട് വലിച്ചെടുത്ത് ഒരൊറ്റ ഇടി. ആ രണ്ട് ആർട്ടിസ്റ്റുകളും ചിതറി താഴേക്ക് വീണു. രണ്ട് മനുഷ്യന്മാരായിരുന്നു അവരെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ശൈലിയിൽ അവർ ചിതറി വീണതും മെങ്ങ് ഒരൊറ്റ ഓട്ടം. മാർക്ക് അവരുടെ പുറകെ പോകുന്നതിന് പകരം മുന്നിൽ നിൽക്കുന്ന ആളെങ്ങ് പിടികൂടി. അയാളുടെ ശ്വാസം ഏതാണ്ട് നിലച്ചതുപോലെയാണ്. മാർക്ക് ഫെല്ലർ താൻ കേട്ട അതേ മാർക്ക് ഫെല്ലർ ആണെന്ന് അപ്പോഴാണ് അയാൾക്ക് ബോധ്യമായത്. മാർക്ക് അയാളോട് പറഞ്ഞു, എവിടെ എൻ്റെ അമ്മ? മാർക്ക് പ്ലീസ്, നിന്റെ അമ്മയ്ക്ക് കയോട്ടിക് ബോഡിയാണ് ഉള്ളത്. ആ കയോട്ടിക് ബോഡിയിൽ പല ആക്ടിവിറ്റീസും ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചതാണ്. പക്ഷേ നിന്റെ അമ്മയുടെ ബോഡി വഴങ്ങിയില്ല. അതുകൊണ്ട് നിന്റെ അമ്മയെ അവസാനിപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. അമ്മയെ അവസാനിപ്പിക്കാൻ ഉത്തരവിട്ടെന്നോ? അതെ മാർക്ക്, ഞാനല്ല ആ ഉത്തരവിട്ടത്. ഈ സിറ്റിയുടെ ലോഡാണ് ഉത്തരവിട്ടത്. ഓക്കെ, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഉടൻ തന്നെ ആ ആളുകളെ വിളിച്ചിട്ട് അമ്മയെ ഒന്ന് ചേരുന്ന പറ. എനിക്ക് ഉടൻ തന്നെ അമ്മയുടെ അടുത്തേക്ക് പോകണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലർ അയാളെ വലിച്ചിഴച്ച് ആ കെട്ടിടത്തിന് താഴേക്ക് ഇറങ്ങി. ആ കെട്ടിടം എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ്. അവിടെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. ആ ആളുകളൊക്കെ അമ്പരപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ആ ബിൽഡിങ്ങിന്റെ ഉടമയെ ഒരു ചെറുപ്പക്കാരൻ തറയിൽ കൂടി വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. തറയിലൂടെ എഴിഞ്ഞു വരുമ്പോൾ സ്റ്റെപ്പുകളിലൊക്കെ അയാളുടെ തല ഇടിക്കുന്നുണ്ട്. മൂക്കും കണ്ണും വായുമൊക്കെ തറയിൽ ഇടിക്കുമ്പോൾ സ്വാഭാവികമായും പൊട്ടി ചോരൊലിക്കുന്നുണ്ട്. ആ കാഴ്ച കാണുന്ന ആളുകളൊക്കെ രണ്ട് ഭാഗത്തേക്ക് അങ്ങ് മാറുകയാണ്. ഒരു ഭയം എല്ലാവരും ദൃശ്യമാണ്. മാർക്ക് അയാളെ കൊണ്ട് എത്തിയത് പുറത്ത് കിടക്കുന്ന കാറുകളുടെ അടുത്തേക്കാണ്. അവിടെ ഒരുപാട് കാറുകൾ കിടപ്പുണ്ട്. മാർക്ക് അയാളോട് പറഞ്ഞു, വേഗം കാറെടുക്ക്. കേൾക്കേണ്ട താമസം അയാൾ അതിൽ റെഡിയായി കിടക്കുന്ന കാറിനകത്തേക്ക് കയറി. മാർക്ക് അയാൾക്കൊപ്പം കയറി. അയാളും മാർക്കും അതിവേഗം ആ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് നീങ്ങി. വാഹനം ഓടിക്കുന്നിടയിൽ അയാൾ ആരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ കോണ്ടാക്ട് ആവുന്നില്ല. അയാള് മാർക്കിനെ കൊണ്ട് എത്തിയത് ലേശം കാട് പിടിച്ച് കിടക്കുന്ന തുറസായ ഒരു സ്ഥലത്താണ്. അവിടേക്ക് അവരെ വാഹനം എത്തുമ്പോൾ തന്നെ ആ തുറസായ സ്ഥലത്ത് 4-5 ചെറുപ്പക്കാർ നിൽക്കുന്ന കാഴ്ച ദൂരെ മാർക്ക് കണ്ടു. മാർക്ക് കാർ നിർത്തിയതും ചാടി ഇറങ്ങി ആ ചെറുപ്പക്കാരുടെ ഭാഗത്തേക്ക് ഓടി. തങ്ങളുടെ നേരെ ഒരു ചെറുപ്പക്കാരൻ ഓടി വരുന്നത് അവിടെ നിൽക്കുന്ന ആ ചെറുപ്പക്കാരൻ കണ്ടു. ഓടി വരുന്ന ആ ചെറുപ്പക്കാരനെ ആ ആളുകൾ തടയാൻ ശ്രമിച്ചു. പക്ഷെ എന്താണ് അവർക്ക് സംഭവിക്കുന്നത് മനസ്സിലാകും മുമ്പ്
മാർക്കിന്റെ കൈ അമ്മയുടെ പുറത്തൂടെയൊക്കെ പതിഞ്ഞിരുന്നു. ആദ്യത്തെ ഇടിയിൽ തന്നെ ഒരാൾ ചിതറി തെറിക്കുന്ന കണ്ടതും ബാക്കിയുള്ള ആളുകൾ പെട്ടെന്ന് മാർക്കിനെ തൊഴുതു. സഹോദര, ക്ഷമിക്കണം ക്ഷമിക്കണം, എന്താ 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 വേണ്ട എന്താ വേണ്ട? ഏയ്, എവിടെ എന്റെ അമ്മ? നിങ്ങളുടെ അമ്മയോ? അതെ ലേഡി ബുദ്ധ. മാർക്ക് ആ ചോദ്യം ചോദിച്ചതും ആ ചെറുപ്പക്കാരുടെ കണ്ണുകൾ അല്പം ദൂരേക്ക് മാറി ഒന്ന് പതിഞ്ഞു. അവിടെ ഒരു ലേഡി അങ്ങനെ കിടക്കുകയാണ്. അത് കണ്ടതും മാർക്ക് അവനെ തള്ളി മാറ്റിയിട്ട് ആ കിടക്കുന്ന സ്ത്രീയുടെ അടുത്തേക്ക് ഓടി. മാർക്ക് ഓടി എത്തുമ്പോൾ അവന്റെ അമ്മ നിശ്ചലയായി അങ്ങനെ കിടക്കുകയാണ്. മാർക്കിന്റെ കൈവശമുണ്ടായിരുന്ന ചിത്രത്തിലെ അതേ മുഖം തന്നെയാണ് അവിടെ കിടക്കുന്ന ആ സ്ത്രീക്ക് ഉള്ളത്. നിശ്ചലായി കിടക്കുന്ന സ്ത്രീയെ മാർക്ക് ഒന്ന് കുലുക്കി വിളിച്ചു. അമ്മാ അമ്മാ. മാർക്ക് കുലുക്കി വിളിക്കുമ്പോൾ ഒരു പുഞ്ചിരി ആ സ്ത്രീയുടെ മുഖത്തുണ്ട്. പക്ഷേ ആ സ്ത്രീക്ക് അനക്കമൊന്നുമില്ല. ലേഡി ബുദ്ധ എന്ന് വിളിക്കപ്പെട്ട ആ സ്ത്രീ മരിച്ചിട്ട് ഏതാനും മിനിറ്റുകളെ ആയിട്ടുള്ളൂ. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ മാർക്ക് അവന്റെ അമ്മയുടെ ബോഡിയിലേക്ക് കൈയൊന്നു വെച്ചു. ദേഹത്തുള്ള സ്പിരിച്വൽ എനർജി ആ ബോഡിയിലേക്ക് കയറ്റാനാണ് യഥാർത്ഥത്തിൽ മാർക്ക് കൈവച്ചത്. കൈവച്ച് ആ സ്പിരിച്വൽ എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ മാർക്ക് ശ്രമിച്ചപ്പോഴാണ് മാർക്കിന്റെ മനസ്സിലേക്ക് ആ യാഥാർത്ഥ്യം കടന്നു വരുന്നത്. മാർക്കിന്റെ ബോഡിയിൽ ഇപ്പോൾ സ്പിരിച്വൽ എനർജി ഇല്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അമ്പരന്ന് പോയ മാർക്ക് ഒന്ന് അലറി കരഞ്ഞു. മാർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെറുപ്പക്കാർ മാർക്കിനോട് പറഞ്ഞു, ക്ഷമിക്കണം, ഞങ്ങള് അവരൊന്നും ചെയ്തതല്ല, അവര് കാര്യങ്ങൾ ചെയ്യാൻ വിസമ്മതിച്ചുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ്. മാർക്കിന് അവരെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. പക്ഷെ മാർക്കിപ്പോ അതൊന്നുമല്ല ആലോചിക്കുന്നത്. അവന്റെ കണ്ണുകൾ പൂർണ്ണമായും അവന്റെ അമ്മയിലാണ്. മാർക്കിനെ കൊത്തിവെച്ചതുപോലുള്ള ഒരു മുഖം, മാർക്കിന്റെ മുഖം തന്നെയാണ് അവരുടെ മുഖത്തിനും. ആ സ്ത്രീയും മാർക്കിനെയും കണ്ടാൽ മാർക്കിന്റെ അമ്മയാണോ എന്ന് ആരും പിന്നെ ചോദിക്കത്തില്ല. അത്രയേറെ സാമ്യമുണ്ട് അവർ തമ്മിൽ. മാർക്ക് അവിടെ നിന്ന് അവന്റെ അമ്മയുമായി നേരെ എത്തിയത് ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിയനിലാണ്. മാർക്ക് അവിടെ എത്തിയ ഉടൻ ഓടിയെത്തിയത് പൗലിയൻ മാസ്റ്റർ അടുത്തേക്കാണ്. നേരത്തെ ഉണ്ടായിരുന്ന പൗലിയൻ മാസ്റ്റർ യുവാന ഹോളി റീജിയനിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പുതിയ പൗലിയൻ മാസ്റ്റർ അവിടെ ഉള്ളത് അത് മാർക്കിന് പരിചയമുള്ള ആ ഡാൻ കിങ് ആണ്. ആ പർപ്പിൾ ഫ്ലെയിമുള്ള ഡാൻ കിങ്. ഡാൻ കിങ്ങിന്റെ മുന്നിലേക്ക് മാർക്ക് ആ ബോഡി കൊണ്ടുവച്ചു. ആ ബോഡിയിലേക്ക് നോക്കിയ ഡാൻ കിങ് അറിയാതെ തല ഉയർത്തി മാർക്കിനെ നോക്കി പോവുകയാണ്. മാർക്കിന്റെ അതേ മുഖഛായയുള്ള ഒരു സ്ത്രീയാണ് മാർക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഡാൻ കിങ് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഇത് എൻ്റെ അമ്മയാണ്. മാർക്ക്, എന്താ ഉണ്ടായ? പൗരൻ മാസ്റ്റർ, അതൊക്കെ ഒരു വലിയ കഥയാണ്, ഞാനത് മറ്റൊരു അവസരത്തിൽ പറയാം. തൽക്കാലം എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ ഒരു പ്രിസ്ക്രിപ്ഷൻ ഡാൻ കിങ്ങിനെ ഏൽപ്പിച്ചു. ഒരു ഗുളിക ഉണ്ടാക്കാനുള്ള പ്രിസ്ക്രിപ്ഷനാണ് മാർക്ക് കൊടുത്തത്. മാർക്ക്, ഈ പ്രിസ്ക്രിപ്ഷൻ ഇതൊരു പ്രത്യേക പില്ലാണ്. ഈ ഗുളിക എനിക്ക് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ അമ്മയുടെ ബോഡി കേടുകൂടാതെ ഇരിക്കും. മാർക്ക്, നീ പറയുന്നത്? അതെ, അമ്മയുടെ ബോഡിയിൽ നിന്ന് അമ്മയുടെ ഡിവൈൻ സെൻസ് നഷ്ടമായിരിക്കുകയാണ്. അമ്മ മരിച്ചുപോയി എന്ന് പറയുന്നതിന് പകരം മാർക്ക് പറയുന്ന വാചകം അതാണ്. മാർക്കിന്റെ അമ്മയുടെ ബോഡിയിൽ ഉണ്ടായിരുന്ന ഡിവൈൻ സെൻസ് ആ ബോഡിയിലില്ല. ബോഡിയിൽ നിന്ന് അത് നഷ്ടമായിരിക്കുന്നു. ആ ഡിവൈൻ സെൻസ് എവിടെയെങ്കിലും കാണും. ആ ഡിവൈൻ സെൻസിനെ തിരിച്ചു പിടിച്ച് അവന്റെ അമ്മയുടെ ബോഡിയിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് മാർക്കിന്റെ ടാർഗറ്റ്. മാർക്ക് ആ കാര്യം പറഞ്ഞപ്പോൾ ഡാൻ കിങ്ങിന്റെ വാ ഇങ്ങനെ പൊളിഞ്ഞു വരികയാണ്. ഈ ഭൂമിയിൽ ഇഷ്ടംപോലെ ആളുകൾ മരിച്ചു പോവും. മരിക്കുന്ന സമയത്ത് അവരുടെ ജീവൻ പുറത്തേക്ക് ചാടും. അതിനെയാണ് ഈ ഡിവൈൻ സെൻസ് എന്ന് വിളിക്കുക. ആ ഡിവൈൻ സെൻസിനെ തിരിച്ചു പിടിച്ച് ബോഡിയിലേക്ക് കയറ്റാൻ ആർക്കും പറ്റില്ല. പക്ഷെ മാർക്ക് പറയുന്നത് അവൻ അത് ചെയ്യുമെന്നാണ്. ആ ഡിവൈൻ സെൻസ് എവിടെയാണ് പോകുന്നതെന്നും ആർക്കും അറിയില്ല. മാർക്ക് അത് കണ്ടുപിടിക്കുമെന്നും ആ ഡിവൈൻ സെൻസ് തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ പുതിയ പൗലിയൻ മാസ്റ്റർ ഡാൻ കിങ് മാർക്കിനോട് പറഞ്ഞു, ഓക്കെ മാർക്ക്, ഞാൻ എന്തായാലും ഒരു ശ്രമം നടത്താം. മാർക്ക് ഫെല്ലർ ഡാൻ കിങ്ങിനൊപ്പം തന്നെ നിന്നു. ഏകദേശം ഒരു 10-18 മണിക്കൂറെങ്കിലും ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അവസാനം ആ ഗുളിക ഉണ്ടാക്കാൻ പറ്റി. മാർക്ക് ഫെല്ലറുടെ ഒരു സ്പീഡൊന്നും ഡാൻ കിങ്ങിന് ഇല്ലെങ്കിലും ഡാൻ കിങ് മിടുക്കനായ ഒരു ആൽക്കമിസ്റ്റ് തന്നെയാണ്. പർപ്പിൾ ലൈറ്റുള്ള ഡാൻ കിങ് ആ പില്ല് ഉണ്ടാക്കി കഴിഞ്ഞതും ഡാൻ കിങ് തന്നെ ആ പില്ല് മാർക്കിന്റെ അമ്മയുടെ വായിലേക്ക് വെച്ചു. ആ പില്ല് വായിലൂടെ വയറിനകത്ത് എത്തിക്കാൻ ശരിക്കും ഒരു ഊർജം വേണം. ആ ഊർജം മാർക്കിന് കൊടുക്കാൻ പറ്റില്ല. ഡാൻ കിങ്ങിന്റെ കയ്യിലെ ആ സ്പിരിച്വൽ എനർജി തന്നെ ഉപയോഗിച്ച് ആ പില്ല് വയറ്റിലേക്ക് എത്തിച്ചു. അതിനുശേഷം അതിനെ പ്രത്യേക രീതിയിൽ സൂക്ഷിക്കാനുള്ള ക്രമീകരണങ്ങളും മാർക്ക് പൂർത്തീകരിച്ചു. ഇനി മാർക്കിന്റെ ലക്ഷ്യം അവന്റെ അമ്മയുടെ ആ ഡിവൈൻ സെൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ ഡിവൈൻ സെൻസ് എവിടേക്കായിരിക്കും പോയിരിക്കുക? ഈ ഭൂമിയിൽ മരിക്കുന്ന ആളുകളുടെയൊക്കെ ജീവൻ എങ്ങോട്ടാണ് പോവുക? ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതും മാർക്കിന്റെ ടാർഗറ്റാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത്
എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.